ഒരു വർഷം 15 ലക്ഷം എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്. 2.5 തൊട്ടിട്ട് 3 ലക്ഷം ജോലികൾ മാത്രമേ എഞ്ചിനീയറിംഗ് ഒരു വർഷമുള്ളൂ. ബികോം, VSc ഇതൊക്കെ പഠിച്ചിറങ്ങുന്ന 40 ലക്ഷത്തോളം കുട്ടികൾ, അറൗണ്ട് 10 ലക്ഷം ജോലികൾ ഒരു വർഷമുള്ളൂ. MBA പഠിച്ചിട്ട് ഒരു വർഷം 10 ലക്ഷം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. 5 to 6 ലക്ഷം ആൾക്കാരെ ജോലിക്ക് കയറുന്നുള്ളൂ. MTech കഴിഞ്ഞിട്ട് ഒരു വർഷം 6 തൊട്ടിട്ട് 8 ലക്ഷം വരെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അവിടെയും ജോലി എന്ന് പറയുന്നത് 30 തൊട്ട് 40% വരെയാണ്. ഇങ്ങനെ മെഡിക്കൽ MBBS എന്ന് പറയുന്ന കരിയർ അടക്കം എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും എംപ്ലോയ്മെന്റ് റേറ്റ് 60 തൊട്ടിട്ട് 65% വരെ മാത്രമാണ്. അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സ്കാം തന്നെയാണെന്ന് പറയുന്ന തരത്തിലാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ആർട്ടിക്കിൾ വെച്ചിട്ടുണ്ടായിരുന്നു, IIT മദ്രാസിൽ 70% കുറവ് പ്ലേസ്മെന്റ്സ്. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെ ആയിരിക്കും വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ്? എന്തൊക്കെ സ്കിൽസ് പഠിച്ചുകൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ഉള്ളില തൊഴിലില്ലായ്മ അഥവാ അൺഎംപ്ലോയ്മെന്റ് ഒരു കോമൺ സംഭവമാണ് നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പലപ്പോഴും സ്കൂൾസിനെയും കോളേജിനെയും മറ്റൊക്കെ കുറ്റം പറയും. എന്നാൽ നമ്മൾ എത്രത്തോളം അതിന് കാരണക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം അതിന് റോൾ എന്ന് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യാറില്ല. നമ്മൾ ചിലപ്പോൾ ഈ എപ്പിസോഡ് കാണുന്നത് പ്രൈമറിലി എപ്പിസോഡ് ഞാൻ എത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്കൂൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, ഫ്രഷ് ഗ്രാജുവേറ്റ്സ്, അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരൻസിലേക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇനിയുള്ള കാലത്ത് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണം, കോളേജിലേക്ക് അയക്കണം, എങ്ങനത്തെ കോളേജിലേക്ക് അയക്കണം, ഏതൊക്കെ കോഴ്സസ് ചൂസ് ചെയ്യണം എന്നുള്ളത് എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. അതേപോലെ നമ്മുടെ എക്സാംസും ബോർഡ് എക്സാംസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവാണ്. അപ്പം ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് സംതിങ് ദാറ്റ് യു നീഡ് ടു ലിസൺ ത്രൂ ഔട്ട്. ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് എപ്പിസോഡ് ഇസ് ആബ്സല്യൂട്ട് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ എന്തായാലും പറയാം. ആൻഡ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് എൻറ്റയർലി സ്കിൽസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മിലൻ ജോയിൻ ചെയ്യുന്നുണ്ട്. മിലൻ ഈസ് എ സോഫ്റ്റ് സ്കിൽ ട്രെയിനർ. He do a lot of training, especially on soft skills and how to leverage your personality and your skills to build your career. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മിലൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മിലൻ ഇസ് എൻ എക്സ്പേർട്ട് അറ്റ് ദാറ്റ്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡിൽ വി ട്രൈ ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനുള്ള ഒരു ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ദിസ് എപ്പിസോഡ് വാസ് റെക്കോർഡഡ് ലോങ് ബാക്ക് ആൻഡ് but still I think it's a relevant topic and it's a relevant discussion that we had. So let's dive into the episode and just make sure that നിങ്ങൾ ഒന്ന് വേണമെങ്കിൽ 1.5 to 2x സ്പീഡ് വെച്ചിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ it would be really great experience. So I'm not getting a lot of time. Just go watch it and share your feedback. Let's get into it. So first of all, welcome to Komal Show. താങ്ക് യു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മിലനെ ഞാൻ വിളിച്ച് സംസാരിച്ച സമയത്ത് വന്നപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് സംസാരിക്കുന്ന സാധനങ്ങളും കംപ്ലീറ്റ്ലി ലൈക്ക് എന്താ പറയുക, സ്കിൽസ്, എഡ്യൂക്കേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സോ അപ്പം സ്ട്രെയിറ്റ് അപ്പ് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ വിദ്യാഭ്യാസ രീതിയും നമ്മളെ പഠിച്ചു വന്ന സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്നത് നമുക്കൊരു നല്ല രസമുള്ള കാര്യമാണ്. കുറ്റപ്പെടുത്തുന്നതല്ല, അതിനെന്താ പറയുക, അതിനൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. നമ്മുടെ രീതി ശരിയില്ല, കുറച്ചും കൂടി ബെറ്റർ ആവാനുണ്ട്, വിദ്യാഭ്യാസ രീതി ഇങ്ങനെയല്ല വേണ്ടത്, കുറച്ച് സ്കിൽ അധിഷ്ഠിതമായിട്ട് മാറണം എന്നൊക്കെ നമ്മൾ പറയാനുള്ളതാണ്. അപ്പം മിലൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ജോലിയില്ലാതെ പഠിച്ചിട്ടും ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞിട്ട് ജോലിയില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ചുറ്റുമുണ്ട്. എനിക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ എന്തുകൊണ്ടാണ് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം, അതേപോലെ തന്നെ ഈ ജോലിയില്ലായ്മ നമ്മൾ ഇതിനൊക്കെ കാരണം ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് മിലൻ എന്താ പറയാനുള്ള? എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ ഓരോരുത്തരും സ്കൂളിൽ പോകുന്നത്, അപ്പോൾ അല്ലെങ്കിൽ അവരുടെ പേരൻസ് സ്കൂളിൽ വിടുന്നത്, ഓരോ വീട്ടിലും മിക്കവാറും ഒക്കെ വരുന്ന സെയിം പാറ്റേൺ ആണല്ലോ ഫോളോ ചെയ്യണത്. അതായത് നമ്മളിത് പുറത്ത് നിന്നിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പർപ്പസ് നോക്കണല്ലോ. ഇപ്പോൾ ഇവരെ സ്കൂളിലേക്ക് വിടുന്നത് നല്ലൊരു ജോലിയിലേക്ക് എത്തണം എന്നുള്ള ഒബ്ജക്റ്റീവിൽ തന്നെയാണ് എല്ലാവരും പോകുന്നത്. പക്ഷേ അവിടെ അത് കറക്റ്റായിട്ട് സ്കില്ല് ആവുന്നുണ്ടോ എന്നൊന്നും ആരും നോക്കുന്നില്ലല്ലോ. നമ്മൾ അവിടെയുള്ള സബ്ജക്റ്റിൻ്റെ മാർക്സ് മാത്രമല്ലേ നോക്കുന്നത്. അല്ലെങ്കിൽ അത് ഈവൻ കോളേജ് വരെ, കോളേജ് എന്നൊക്കെ പറയുമ്പോൾ എത്ര വർഷമായി, അത്രയും വർഷവും നമ്മൾ അവിടെ ആ സബ്ജക്റ്റൊക്കെ പാസ്സായിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലിയർ ആവുന്നുണ്ടോ, ആ ഒരു പ്രോഗ്രസ് മാത്രമല്ലേ നമ്മളായാലും ആ പേരൻസിൻ്റെ ലെവലിൽ നിന്നായാലും അവർ നോക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ജോബ് വേണമെങ്കിൽ എന്തായാലും പുറത്ത് മാർക്കറ്റിലേക്ക് വരുമ്പം അവിടെ സെപ്പറേറ്റ്ലൊരു ഡിഫറൻസ് അറിയാലും. അപ്പോൾ അവിടെ എന്താണോ ആവശ്യമുള്ളത് അതാണ് നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത നിലയിൽ നിൽക്കുമ്പോഴാണല്ലോ നേരത്തെ പറഞ്ഞ ജോലി കിട്ടാത്തൊരവസ്ഥ വരുന്നത്. അതായത് വളരെ വലിയൊരു ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ജോലിയില്ലാത്തൊരു ഗ്യാപ്പ്, ജോലിയിലേക്ക് എത്താതെ പോകുന്നത്. സ്കില്ല് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു സ്കൂളിലൊക്കെ ഫുൾ A+ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കൊക്കെ
എത്തണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു എയിം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എയിം ശരിക്കും ആ കുട്ടികളുടെ ലൈഫിൽ ഒരു +1 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ഉള്ള അഡ്മിഷനപ്പുറത്തേക്ക് ആ ഒരു ടാർഗറ്റ് അത്രയും എടുക്കുന്ന ടൈം, എഫേർട്ട്, വീട്ടുകാർ ചിലവാക്കുന്ന പൈസ, ഇതൊക്കെ അതിനപ്പുറത്തേക്ക് ലൈഫിലേക്ക് നല്ല രീതിയിൽ ആഡപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കെയിലപ്പ് ചെയ്യുന്നൊരു കാര്യമായിട്ട് മാറുന്നില്ലല്ലോ. പക്ഷെ അതേസമയം തന്നെ ഇത്ര +, ഒരു 40-50 ഒരു +, സ്കൂളിലുണ്ടെന്ന് പറയുന്നത് ആ സ്കൂളിൻ്റെ ടാർഗറ്റ് അല്ലേ. ആ സ്കൂളിൻ്റെ ടാർഗറ്റ് ടീച്ചേഴ്സ് ത്രൂ കുട്ടികൾക്ക് കൊടുക്കല്ലേ ചെയ്യണം. അല്ലാതെ തിരിച്ച് കുട്ടികൾ അവിടുന്ന് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തു എന്ന് കരുതിയിട്ട് അവരുടെ ലൈഫിലേക്ക് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്ന് പുറത്ത് നിന്നിട്ട് അറ്റ്ലീസ്റ്റ് അനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറേ പേരൻസിന്, ഇനിയുള്ള കുറേ പേരൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊന്ന് മാറി ചിന്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ചോദ്യം ഇങ്ങനെ പെട്ടെന്ന് മനസ്സിലുന്നതാണ്. അതായത് ഇപ്പോഴത്തെ നമ്മൾ കാണുന്നൊരു ട്രെൻഡുണ്ട്. ഈ മുന്നേക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിദ്യാഭ്യാസ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ LKG UKG LP UP പിന്നെ ഹൈസ്കൂളിൽ പോയി, ഹയർ സെക്കൻഡറി പോയി, പിന്നെ നേരെ നമ്മൾ കോളേജിൽ പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ PGക്ക് പോവാണ്. മോസ്റ്റ്ലി PGക്ക് പോകുന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ നേരെ ഡിഗ്രി എന്നുള്ളതാണ് എന്ത് പറയുക. പക്ഷേ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ സംസാരിക്കുന്ന ഈ ഒരു 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ ഞാൻ കാണുന്നൊരു ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ പോകാനായിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ കോളേജിൽ പോകുന്നത് ആൾക്കാർ റീതിങ്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അത് ശ്രദ്ധിച്ചു എനിക്കറിയില്ല. കോളേജിൽ പോകുന്നത് ആർക്കും കോളേജിൽ പോകണ്ട. കോളേജ് ഭയങ്കര നെഗറ്റീവായിട്ട് ലൈക്ക് കോളേജ് ഈസ് റോങ് എന്നുള്ളതിലേക്ക് വന്നിട്ട് കുറേ കൂടെ ആൾക്കാർ സ്കിൽ അധിഷ്ഠിതമായിട്ടുള്ള മേഖലകളിൽ കോഴ്സസ് എടുക്കാനും നേരെ വളരെ പെട്ടെന്ന് തന്നെ ജോലി ചെയ്യാനായിട്ട്, അതായത് മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് റൈറ്റ് ആണോ റോങ് ആണോ? ഫസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള ഒരു വിഷയങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ? അത് വളരെ റൈറ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. കോളേജ് പോകണ്ടെന്നുള്ളതാണ് മിലൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. അങ്ങനെയാണോ? നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. എന്നിട്ട് ഞാനത് എന്താണെന്ന് കൂടി പറയും. കാരണം ഇവിടെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ സ്കില്ലധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവരെങ്കിലും മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് നമുക്കൊക്കെ, അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർക്ക്, ബാക്കിയുള്ള ആൾക്കാർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം അവർ നോക്കുമ്പോൾ ഈ ഒരു +2 വരെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പിന്നെ ജോബിന് വേണ്ടിയിട്ടാണല്ലോ, ഈ കോളേജിൽ പോകുന്ന ജോബിന് വേണ്ടിയിട്ടാണല്ലോ. 4 വർഷം 3 വർഷം 4 വർഷം പിന്നെ കഴിഞ്ഞ് PG ഒരു 5 വർഷമൊക്കെ നമ്മൾ അവിടെ ചിലവഴിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഒരു സ്കില്ല് പഠിക്കാനായിട്ട് പോകുമ്പോൾ ഒരു 3 months 6 months കോഴ്സിൽ ആ സ്കില്ല് എടുക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു ടൈം ഫ്രെയിം വളരെ ഡിഫറെൻറ്റ്, അതായത് വളരെ വ്യത്യാസമുണ്ട്. ആ ഒരു സ്കിൽ ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് നേടിയിട്ട് നമുക്ക് ജോലിയിലേക്ക് എത്താനായിട്ട് പറ്റുന്നു. അതായത് ആ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ എന്താണോ അവരുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ എത്തുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ നേരെ മറിച്ച് ഈ കോളേജിലൊക്കെ പോയി അത്രയും സമയം അവിടെ കഴിഞ്ഞ് അത്രയും സമയം നമ്മുടെ അടുത്ത് നിന്ന് പോയി പിന്നെ ആ ഒരു എയിമിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് ഏറ്റവും സങ്കടമുള്ള കാര്യമല്ലേ. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ ഇനി ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് കോളേജിൽ പോകണ്ടെന്നുള്ളതല്ല, നമ്മുടെ കോളേജസിനെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം, അതിനെ കുറിച്ചിട്ടൊന്ന് ആലോചിക്കാമല്ലോ. അവിടെ പ്രൊവൈഡ് ചെയ്യണ എഡ്യൂക്കേഷൻ, ശരിക്കും കോളേജസിൻ്റെ കാര്യം പറയുമ്പോൾ അപ്പം ബിസിനസ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഒരു 50 സ്റ്റുഡൻസിനെ കൊടുത്തിട്ട് നമുക്കിപ്പോൾ എല്ലാവർക്കും ഇവിടെ എയ്ഡഡ് അല്ലെങ്കിൽ സർക്കാർ സീറ്റുകൾ കിട്ടണമെന്നില്ല, വളരെ കുറച്ചുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തായാലും പ്രൈവറ്റിൽ പോയേ പറ്റും ഇപ്പോൾ കോളേജ് എഡ്യൂക്കേഷൻ നമ്മൾ പോകുമ്പോൾ. അപ്പോൾ അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫീസ് അവിടെ കൊടുക്കണം. കാരണം കൊടുക്കാതെ പഠിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയാണ്, അത് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നു. ഇപ്പോൾ ഒരു 50 പേരുള്ള ക്ലാസ്സിൽ അത്രയും പേര് ഒരു വർഷത്തേക്ക് ലക്ഷങ്ങളൊക്കെ ഫീസ് കൊടുത്ത് അങ്ങനെ ഫീസ് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ കോളേജസിന് അവിടെ പ്രൊവൈഡ് ചെയ്യണ വാല്യൂ, അവർക്ക് അവിടെ കൊണ്ടുവരുന്ന ഇൻഫ്രാസ്ട്രക്ചറും അവിടുത്തെ ലാബിൻ്റെ കാര്യങ്ങളും അതുപോലെ അവിടെ കൊണ്ടുവരുന്ന ടീച്ചേഴ്സ്, അവർക്കുള്ള സാലറി, ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഒരു ഇൻപുട്ട് അവർക്ക് കിട്ടുമ്പോൾ ഈ മണിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അവർക്ക് നല്ല കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതേസമയം ഇത് വളരെ മോശം ഒരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് വളരെ ഏറ്റവും കുറഞ്ഞ ചിലവുള്ള കാര്യങ്ങൾ മാത്രം പ്രൊവൈഡ് ചെയ്ത് ഇപ്പോൾ വളരെ സാലറി കുറവിലൊക്കെ ഒരു ലെക്ചർ പോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ സ്കിൽഡായിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ഒരു കോളേജിൽ പഠിപ്പിക്കാനായിട്ട് വരും? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റുഡൻസിന് അവർക്ക് ഇത്രയും മണി കൊടുത്തിട്ട് അവർക്ക് ഇത്രയും ടൈമും എഫേർട്ടും അവർ ഇട്ടിട്ട് അവർക്ക് കിട്ടുന്നത് വളരെ
ചെറിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇതൊന്നും പറയാൻ പറ്റില്ല. അവർക്ക് ഒട്ടും മാച്ചപ്പുള്ളൂ. മാർക്കറ്റ് ഇൻഡസ്ട്രി അറിയാത്ത, മാർക്കറ്റ് അറിയാത്ത ആൾക്കാർ അവിടെ വന്ന് ക്ലാസ് എടുത്ത് ആ സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് ആ കോളേജിൻ്റെ ലെവലിൽ നോക്കുമ്പോൾ അവർ ചെയ്യുന്നത് വളരെ നല്ല, അവരുടെ ലെവലിൽ അവരെല്ലാം പാസ് പെർസെൻറ്റേജ് കൂട്ടുന്നു, കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെ അത് റണ്ണായിട്ട് പോകണം. അപ്പോൾ ഈവൻ അവരെ ആ ചെയ്യണ ബിസിനസ് കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ വരുന്ന സ്റ്റുഡൻസിനും അവരെ പറഞ്ഞേക്കുന്ന പേരൻസിനും നല്ലൊരു കാര്യമാണല്ലോ. സ്കിൽഡായിട്ട് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും. ലൈക്ക് ഞാൻ കോളേജ് പഠിച്ചിട്ട് 4 കൊല്ലം ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ റീവിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി റീവിസിറ്റ്. എൻ്റെ കോളേജ് ലൈഫിനായിരിക്കും ഞാൻ റീവിസിറ്റ് ചെയ്യുക. മാത്രമല്ല കോളേജ് ലൈഫും അല്ല, എൻ്റെ 12th ലൈഫായിരിക്കും ഞാൻ റീവിസിറ്റ് ചെയ്യുക. 12th കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യില്ല. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്തത് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അതൊരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് അവിടെ നിന്ന് കോളേജിലേക്ക് പോകണമെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഉത്തരം പറയാം, കോളേജിലേക്ക് നിങ്ങൾ എന്തായാലും പോകണം. കാരണം കോളേജ് പഠിപ്പിക്കുന്ന കുറേ സ്കിൽസ് ഉണ്ട്. ഇപ്പോൾ ആൾക്കാരെ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ്, കുറച്ച് ഡിസിപ്ലിൻ, അതേപോലെ റെസ്പെക്റ്റ്, ടീം പ്ലേ, ഇതൊക്കെ നമുക്ക് കോളേജ് സ്കൂളിൽ നമ്മൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്. അതിനപ്പുറത്തോട്ടായിട്ട് എനിക്കൊരു ജോലി എന്നുള്ള അല്ലെങ്കിൽ ഒരു കരിയർ എന്നുള്ള ആസ്പെക്റ്റിൽ ഞാൻ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും കോളേജിലേക്ക് പോകില്ല. റീസൺ മീൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എൻ്റെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല, വിദ്യാഭ്യാസം എനിക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഗെയിം ഡെവലപ്പർ ആണെന്നുള്ള ഉദ്ദേശിച്ചതാണ് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ജോയിൻ ചെയ്യുന്നത്. കോളേജിൽ ജോയിൻ ചെയ്തത് അവിടെ എത്തിയിട്ട് പല തവണയായിട്ട് ഈ ഗെയിം എന്നുള്ള ആശയം ഒരിക്കൽ പോലും ഞാൻ കോളേജിൽ വെച്ചിട്ട് കേട്ടിട്ടില്ല. അത് ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആകെ അവിടെ കേൾക്കുന്നത് ലാംഗ്വേജസിനെ കുറിച്ച് മാത്രമാണ്, ഇതിന് അപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ എന്നുള്ള രീതിയിലേക്ക് ഞാൻ കേൾക്കുന്നത് പല ഇന്ന ലാംഗ്വേജ് .NET ജാവ ഇത് നമ്മൾ കേൾക്കും. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്താണ്, ഇത് എവിടേക്കാണ്, അറ്റ്ലീസ്റ്റ് അതുപോലെ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറി വൺസ് എൻ്റെ കംപ്ലീറ്റ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കുറേ കൂടെ പീപ്പിൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ കുറേ കൂടെ എന്നല്ല, ഐഡിയലി പീപ്പിൾ മാനേജ്മെൻറ്റും ക്രിയേഷനുമാണ്. എന്തെങ്കിലും ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയാണ് എനിക്ക് വരുന്നത്. ഞാൻ ജോലിക്ക് കയറിയ സമയത്താണ് ഫോർച്യുനേറ്റ്ലി ഞാൻ എത്തിപ്പെടുന്നത് അതേപോലെ ഒരു എൻവയോൺമെൻറ്റിലാണ്, അതേപോലെ ഒരു ജോബ് റോൾ, അതേപോലെ ഒരു എൻവയോൺമെൻറ്റിലായിട്ടാണ്. വെരി യങ് ടീം, സ്മോൾ ടീം, അത് ഗ്രോ ചെയ്ത് കൊണ്ടുവരുന്നുള്ളതാണ്. സോ അതിൻ്റെ ഫണ്ട് കഴിഞ്ഞൊരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ ഈ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പോരായ്മയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറേ കൂടെ ലാർജ് സ്കെയിൽ ഒരു ബിസിനസ് മാൻ ആണോ. എനിക്കറിയായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞ സാധനം, എനിക്ക് ആരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു കമ്പനി ഓപ്പറേറ്റ് ആവുന്നത്, വർക്ക് ചെയ്യാനൊക്കെ അറിയേണ്ടതായിട്ട് ഞാൻ കമ്പനിയിൽ കുറച്ച് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ജോലി ചെയ്യുന്നത്. മറ്റൊരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുന്ന സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് അൾട്ടിമേറ്റ്ലി ഒരു മേബി ഒരു 1 year അതൊക്കെ കഴിയുന്ന സമയത്തേക്കായിട്ട് എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിലേക്കായിട്ട് ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേക്കായിട്ട് എനിക്കറിയാം ഞാൻ അതിന് മുന്നേ ഒരുപാട് ബിസിനസ് അല്ലെങ്കിൽ കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെയിൽ ആയിട്ടുണ്ട്. കുറച്ച് നോളജ് ഉണ്ട്, ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചും കൂടെ ടെക്നിക്കലായിട്ട് പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എന്താണ് ബിസിനസ് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് MBA ആണ്. ഓക്കെ അപ്പോൾ MBAക്ക് ജോയിൻ ചെയ്തു. ഓക്കെ MBAക്ക് ജോയിൻ ചെയ്തിട്ട് ഞാൻ കോളേജ് ചെയ്തൊരു മണ്ഡലത്തെ ഞാൻ അവിടെ ഒഴിവാക്കി. എനിക്ക് 3rd സെമസ്റ്ററിൽ നിന്ന് കോളേജ് ഡ്രോപ്പ് ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. റീസൺ എനിക്ക് അവിടെ ഞാൻ ഉദ്ദേശിച്ചതാണ് കിട്ടുന്നില്ല എന്നുള്ളൊരു ഫീൽ വന്നു. MBAക്ക് ജോയിൻ ചെയ്തിട്ടും 4 മാസം കഴിഞ്ഞപ്പോഴേക്ക് ഐ ഫെൽ ലൈക്ക് ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ്, പുതുതായിട്ട് എനിക്കൊന്നും വരുന്നില്ല. വാല്യൂഡേഷൻ എനിക്ക് അവിടെ ഇല്ല. അതായത് എൻ്റെ സ്കിൽ അവിടെ ഡെവലപ്പ് ആകുന്നത് വെച്ചാൽ ടെക്നിക്കൽ നോളജ് ഇൻ ദ സെൻസ് തിയററ്റിക്കൽ നോളജ് അവിടെ ഡെവലപ്പ് ആകുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ട്സിൽ ഇന്നൊരു സംഭവം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല എനിക്കറിയാം, പക്ഷേ അത് ഫോർമുല ഇല്ലാണ്ട് എങ്ങനെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ഫിഗേർഡ് ഔട്ട് ആയിട്ടുള്ള സാധനമാണ്. 4 മാസം കഴിഞ്ഞ് ഞാൻ ഓക്കെ കുറച്ചുകൂടി പേഷ്യൻ്റ് ആയിട്ടില്ല, കുറച്ചുകൂടെ നോക്കാം. 1 മാസം കൂടെ പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഐ ഫെൽ ലൈക്ക് ഓക്കെ ഇതിന്ന് എനിക്ക് പുതുതായിട്ടൊന്നും കിട്ടില്ല. എൻ്റെ അവിടുത്തെ റോങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ബിസിനസ് മാൻ ആണെന്ന് എനിക്ക് MBA വേണമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു സാധനം മാറ്റി വെച്ചിട്ട് ഡ്രോപ്പ് ഔട്ട്. MBA ഡ്രോപ്പ് ഔട്ട് ചെയ്ത് റീസൺ ബീങ് ഒന്ന് അവിടുത്തെ കരിക്കുലം എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആണ്, ബട്ട് എനിക്ക് ആസ് ഓൾറെഡി കുറച്ച് സീസൺഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർ എന്ന നിലയിൽ അല്ലെങ്കിൽ പുതുതായിട്ടൊന്നും കിട്ടുന്നില്ല. ഒരു
എനിക്കതിൽ മനസ്സിലായ സാധനം വെച്ചാൽ ഈവൻ MBA കോഴ്സസ് അല്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്ത ഒരു MBA കോഴ്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് അവിടെ ഒരു എംപ്ലോയീനെ ക്രിയേറ്റ് ചെയ്യാനാണ്, അല്ലെങ്കിൽ വേറൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അതിന് വേണ്ടിയിട്ട് ഒരു എങ്ങനെ ഒരു നല്ല എംപ്ലോയി ആവാം എന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. അതല്ലാതെ എൻ്റെ ഒരു മാനേജ്മെൻറ്റ് സ്കിൽസിന് അപ്പുറത്തോട്ടായിട്ട് എങ്ങനെ ഒരു ഫോളോവർ ആവാം എന്നുള്ളത് എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായി. ഇനി ഇത് എൻ്റെ പ്രശ്നമായിരിക്കും കേട്ടോ. അതായത് ലൈക്ക് ഇൻ ദ സെൻസ് എന്താ പറയുക, ഞാൻ ഓൾറെഡി ചെയ്തു വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് വന്നതുകൊണ്ട് ചിലപ്പോൾ അത് ലൈക്ക് ഞാൻ ഓൾറെഡി ബിസിനസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കതിൽ പുതുതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷേ ഞാൻ നേരത്തെ അതിൽ പല ആൾക്കാരും ഇൻട്രാക്ട് ചെയ്ത സമയത്ത് പല ആൾക്കാരും 15-20 വർഷമൊക്കെ നല്ല കമ്പനീസിൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് അവരുടെ പ്രൊമോഷൻസിനും മറ്റൊക്കെ വേണ്ടിയിട്ടാണ് അവർ പലയിടത്തും വന്നിട്ട് എന്ത് ചെയ്യണം. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരാണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ നോക്കുന്ന അവർക്ക് ദിസ് ഇസ് പെർഫെക്റ്റ്, അവർക്ക് നെക്സ്റ്റ് പ്രൊമോഷൻ, ആ കോർപ്പറേറ്റ് ഗെയിമാണ് അവർ കളിക്കുന്നത്. അതിനപ്പുറത്തോട്ടായിട്ട് ഒരു ഇന്നൊവേഷൻ എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാനായിട്ട് എനിക്ക് അവിടെ സാധനം ഫീൽ ചെയ്തില്ല. ഈ എംപ്ലോയി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഒരു ഫാക്ടറീസ് ലെവൽ സെറ്റപ്പിൽ അവർ ചെയ്യണത് തന്നെ. ഈവൻ കോളേജിലും ഫോളോ ചെയ്യുന്നത് അത്. പിന്നെ ഇത് രണ്ടും ഇപ്പോൾ നമ്മളൊരു ക്രിയേറ്റീവ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററെ ബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനൊന്നും സമയമില്ലാത്ത ലെവലിലാണ് ഈവൻ കോളേജസിൽ പോലും അവരവരുടെ ഒരു സിലബസ് വേഗം തീർത്ത് എക്സാമിൽ പാസ് പെർസെൻറ്റേജ് കാണിച്ച് പിന്നെ പ്ലേസ്മെൻറ്റ്സ് കുറച്ച് കൊടുക്കുമെന്ന് കാണിച്ച് ആ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് ആ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ കൊടുന്ന് അങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ ഒരു സ്കാം പോലെ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഒരു സ്കാം തന്നെയാണെന്ന് പറയുന്ന തരത്തിലാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു MBA ചെയ്യുമ്പോൾ ഒരു ബിസിനസ് ലെവലിലേക്ക് പോകണം, എന്തെങ്കിലും പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണല്ലോ. പക്ഷെ അത് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ടൈമും എഫർട്ടൊക്കെ അതിൽ പോവുകയാണല്ലോ. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ മുൻകൈ എടുത്ത് ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ അവിടെ ചേരുന്ന ആൾക്കാർ ചേരാറുള്ളവരുടെ എക്സ്പീരിയൻസ് കുറച്ച് ചോദിച്ച് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വേണം ഇനിയുള്ള കാലത്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോകാനായിട്ടും. കാരണം എന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്താ നമ്മൾ അറിയണ്ടല്ലോ. നമ്മളവിടെ പോയി കഴിയുമ്പോൾ അവിടുത്തെ റിയാലിറ്റി അറിയണേ. അതിലും വളരെ കഷ്ടമായിരിക്കും നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഒരു മാർക്കറ്റിലേക്ക് വരുമ്പോൾ റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ. അത് എൻ്റെർലി വളരെ എന്താണ് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. ബട്ട് അതല്ലാതെ ഇപ്പം മിലൻ്റെ അടുത്ത് എന്താ ആൾക്കാർ കോളേജ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടും കോളേജ് ആൾക്കാർക്ക് ജോലി അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദിവസം തന്നെ പറഞ്ഞ പോലെ ഇപ്പോൾ പീപ്പിൾ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ടീം പ്ലാൻ ഇതുപോലുള്ള കാര്യങ്ങൾ കോളേജിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത് ശരിക്കും ഈ ഒരു സംഭവം കിട്ടാൻ നമ്മൾ കുറച്ചൊരു ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണല്ലോ കോളേജിൽ. പക്ഷെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പ്രൊജക്ട് സബ്മിഷൻ, പ്രൊജക്റ്റ് എഴുതുക, അങ്ങനെ കുറേ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന ടൈം അവിടെ അവർ അത്യാവശ്യമായിട്ട് വരുന്ന വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലാതെ നമുക്ക് അതിനപ്പുറത്ത് തിയററ്റിക്കലായിട്ട് എന്ത് ഫോർമുല നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാലും എന്ത് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു എംപ്ലോയർ ലെവലിൽ ചിന്തിക്കുമ്പോൾ ആൾക്കവിടെ ആളുടെ ജോബിന് വേണ്ടിയിട്ട് ആ ഒരു സ്കില്ലിന് ആവശ്യമുള്ള ആളെയാണല്ലോ വേണ്ടത്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ആൾക്കാരെ കിട്ടുന്നില്ല. പിന്നെ ഇപ്പം ജോബ് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും അവരത് ആ പാസ് ഔട്ടായി അവരുടെ കയ്യിലുള്ള ഡിഗ്രി ഒരു സ്വപ്നത്തിൻ്റെ ഇടയിൽ കണ്ടിട്ട് തന്നെയാണല്ലോ ആ ഒരു ലൈഫ് മുന്നോട്ട് പോകണം. ഒരു 4 വർഷം അത് കഴിഞ്ഞ് അവരാഗ്രഹിച്ച ഒരു ജോബ് ലെവലിലേക്ക് അവർ എത്തുന്നില്ല. ഇപ്പോൾ ജോബ് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഈ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് പല ടൈപ്പ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടല്ലോ. അതിലൊരു പ്രധാനപ്പെട്ട ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. കാരണം ജോബ് അവർക്ക് കിട്ടാം, പക്ഷേ അവരാഗ്രഹിച്ച ലെവലിലുള്ള അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിറ്റിക്ക് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടാതിരിക്കുന്ന എംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. അതാണ് ഏറ്റവും കൂടുതലുള്ള എംപ്ലോയ്മെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ആയിരിക്കാം, സാധ്യത ഉണ്ടാകും. ഇപ്പോൾ ഞാൻ അതിനോട് കണക്ട് ആയിട്ടൊരു സാധനം ഇടയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഡേ ടു ഡേ ബേസിസിലായിട്ട് നമ്മളിവിടെ സ്റ്റുഡൻസായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഇവിടെ വരുന്ന മിക്ക സ്റ്റുഡൻസും ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാരും ഡിഗ്രി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്, അതായത് UG കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ വരുന്ന ആൾക്കാരുടെ അടുത്ത് ആര് വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന സമയത്ത് നമുക്കൊരു ഇൻ്റർവ്യൂ പ്രോസസ്സ് ഉണ്ട്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. എനിക്ക് ഇതിൻ്റെ കോർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഇൻ്റർവ്യൂവിലായിക്കോട്ടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലായിക്കോട്ടെ, ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനാണ് വരുന്നത് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിക്കാറില്ല. ഡിസൈനാണെന്ന് വെച്ചാൽ ഡിസൈൻ എന്താ ചോദിക്കാറില്ല. കോഡിംഗ് ആണെന്ന് വെച്ചാൽ കോഡിംഗ് എന്താ ചോദിക്കാറില്ല. നമ്മൾ പ്രൈമറിലി ചോദിക്കുന്നത് കുറേ കൂടെ
സൈക്കോളജിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണാലിറ്റി വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. മിക്ക സമയത്തുണ്ടല്ലോ ഇപ്പോൾ ഇതൊരു ഫോം ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഇപ്പോൾ ആപ്റ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഒരു ഫോമിലാണ് നമുക്ക് ആ ടെസ്റ്റ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ടെസ്റ്റിന് നമ്മൾ അസസ് ചെയ്യുന്ന ആകെ ഒരു കാര്യം എന്താ പറയുക, ഇവരുടെ എഫേർട്ട് എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരാളുടെ ടെക്നിക്കൽ നോളജ് അസസ് ചെയ്തിട്ട് അയാൾ എത്രത്തോളം അറിവുണ്ടെങ്കിൽ തിയററ്റിക്കൽ നോളജ് അസസ് ചെയ്തിട്ട് അയാൾ നമുക്ക് ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ അയാളൊരു സാധനത്തിനോട് അപ്രോച്ച് ചെയ്യുന്ന രീതി വെച്ചിട്ട് നമുക്ക് പല ആൾക്കാരെയും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റുഡൻസിനെ നമ്മൾ ജഡ്ജ് ചെയ്യൽ എങ്ങനെയാണ്? അതായത് ഇവിടെ ആകെ നമുക്കൊരു ബാച്ചിൽ 25 സീറ്റ്സാണ് ഓരോ ബാച്ചിൽ നമ്മൾ എടുക്കാറുള്ളൂ. നമ്മൾ 25 സീറ്റ്സ് ഫില്ലാകാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ അവിടെ ഒരു ഫ്രിക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക. റീസൺ ബീങ് അവിടെ വരുന്ന ആൾക്കാരാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അറ്റ്ലീസ്റ്റ് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ട് റെഡി ആണെന്നുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കോളേജ് കഴിഞ്ഞ് ഇറങ്ങുന്നിടത്ത് കോളേജ് ചെയ്യുന്ന ഭയങ്കര മോശം സാധനം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ എഫേർട്ട് ഇടാനായിട്ട് പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം കോളേജായിട്ട് കമ്പനീസിനെ കൊണ്ടുവന്ന് കോളേജ് പിള്ളേർ അവിടെ കൊണ്ടിരുത്തി കോളേജ് വാങ്ങിച്ചു കൊടുക്കുന്ന ജോലിയാണ്. ഈ കോളേജസിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് മാറ്റി വെക്കാം. എത്ര പേര് കോളേജ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു ജോലി തേടി പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവില്ല. എങ്ങനെ ഒരു ജോലി കണ്ടെത്താം അറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് എനിക്ക് ഒന്നുമില്ലാന്നുണ്ടെങ്കിലും ഇവിടെ ഞങ്ങൾ ചെയ്യുന്നൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടോ? അവർ കുറേ ലിങ്ക്ഡിൻ നമ്മൾ പ്രോപ്പർ സ്റ്റുഡൻസിനെ ആക്റ്റീവ് ആക്കിയിട്ട് വെക്കും. റീസൺ ബീങ് നാളെ മറ്റന്നാൾ അവരെവിടെയെങ്കിലും സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ അവർ എവിടെയാണോ എങ്ങനെ ഒരു ജോലി കണ്ടെത്താന്നുള്ളത് അറ്റ്ലീസ്റ്റ് അവർ അറിയാൻ. സ്കൂൾസ് നമ്മളെല്ലാം ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്തിട്ട്, അതായത് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് നമ്മൾ പറയും ഇവിടെ ടീച്ചേഴ്സ് ഇല്ല കേട്ടോ, മെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ഇവിടെ നമ്മളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നമ്മൾ ഗൈഡ് ചെയ്യേ ചെയ്യുള്ളൂ, നിങ്ങളായിട്ട് തന്നെ എഫേർട്ട് ഇടണം, നിങ്ങളായിട്ട് തന്നെ കണ്ടെത്തണം എന്ന് പറയും. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഫസ്റ്റ് സ്ട്രഗിൾ ചെയ്യും, പിന്നെ പൊരുത്തപ്പെട്ട് വന്നിട്ട് കഴിയുന്ന സമയത്തേക്കായിട്ട് അവർ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് അവർക്ക് അറിയണം. അറ്റ്ലീസ്റ്റ് അവർക്കൊരു സാധനം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അറിയില്ല എന്ന് വെച്ചാൽ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു ബാക്ക് ബോൺ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. സ്കൂൾ കഴിഞ്ഞിറങ്ങുന്ന സമയത്തേക്കായിട്ട് നമ്മൾ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സാധനം ഭയങ്കര നമുക്ക് അൺസർട്ടൈൻ ആയിട്ടുള്ള സാധനമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറേ കൂടെ കോളേജസ്, ഇപ്പോൾ ഞാൻ നാളെ ഒരു കോളേജ് ബിൽഡ് ചെയ്യാമെന്ന് വെച്ചോ, ഞങ്ങളുടെ ഗോള് തന്നെയാണ് നാളെ ഒരു IIM പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അടിപൊളി. നാളെ ഞങ്ങളൊരു കോളേജ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഞങ്ങൾ ടീച്ചേഴ്സിനെ വെക്കില്ല, അതേപോലെ തന്നെ സ്റ്റുഡൻസിന് നേരിട്ട് നമ്മൾ ജോലി ഉണ്ടാക്കി കൊടുക്കില്ല. അവരായിട്ട് തന്നെ അവർക്ക് ആ ഒരു ജോലി കണ്ടെത്താനുള്ളത് എന്താണോ അവർക്ക് വേണ്ടത്, അതും ജോലി എന്ന് പറയുന്ന സമയത്തേക്കായിട്ട് അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനല്ല, അവിടെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ള, അവിടെ ഒരു ലീഡറായി ഇപ്പോൾ ഈവൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വാട്ട് ഐ വുഡ് ഹാവ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുന്നെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം. പക്ഷേ ഇപ്പോൾ മിലൻ പറഞ്ഞ പോലെ ഇപ്പോൾ കോളേജസിനും പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും, ഡെഫിനറ്റ്ലി. പക്ഷേ ഞാൻ എല്ലാ കോളേജിലും ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. പല കോളേജസും ഇപ്പോൾ ഞാൻ തന്നെ പല സ്ഥലത്തായിട്ട് പോയിട്ട് സെഷൻസ് എടുത്തിട്ട് മറ്റൊക്കെ ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. അവർ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി കോളേജല്ല സ്കൂളുണ്ട്, ഇപ്പോൾ ഇപ്പം ഒരു കഴിഞ്ഞ മാസം ഞാനൊരു സ്കൂളിലേക്ക് പോയി. ആ സ്കൂളിൽ 12th വരെ ഉള്ളൂ. ഓക്കെ. എല്ലാ ബുധനാഴ്ചയും രാവിലെ തൊട്ട് ഉച്ച വരെ CCA കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ് അവിടുത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ CCA എന്താ വെച്ചാൽ ഇപ്പോൾ കുക്കിംഗ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, കണ്ടന്റ് ക്രിയേഷൻ, അല്ലെങ്കിൽ ജൂഡോ, കരാട്ടെ, കുങ്ഫു, പല സ്കിൽസും പല ആർട്ട് ഫോംസും പല സ്കിൽസും ഇവരെന്തെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് സ്റ്റുഡൻസിന് കൊടുക്കുക. അത് 5ലും 6ലും 7ലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ ബാച്ച് ആക്കിയിട്ട് കൊടുക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് ഈ ലൈക്ക് ഫോട്ടോഗ്രാഫി, അപ്പോൾ അതിൽ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആ ഫോട്ടോഗ്രാഫി പിക്ക് ചെയ്തിട്ട് പോവാം. അറ്റ്ലീസ്റ്റ് അവർക്കൊരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്, അവെയർനെസ് ഉണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ മിലൻ ചെയ്യണത് ഇൻഫോസിൽ ടെസ്റ്റിംഗ് ചെയ്യണം, ടെസ്റ്റ് എഞ്ചിനുമായിട്ട് വർക്ക് ചെയ്യണം. ഈ ടെസ്റ്റിങ്ങിൽ തന്നെ പല ഡിഫറെൻറ്റ് കരിയേഴ്സ് ഉണ്ടാവും. ആ കരിയേഴ്സ് ഉണ്ട് എന്നുള്ളത് പോലും ആൾക്കാർക്ക് അറിയില്ല. റിയാലിറ്റി അറിയാതെയാണല്ലോ. നമ്മൾ അതായത് പല ജോബ്സ് ഉണ്ട് എന്നുള്ളത് പോലെ ആൾക്കാർക്ക് തന്നെയാണ്. ഇവിടെ കോളേജിന് മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, നമ്മളെ തേടി പോകാത്തതാണല്ലോ. അപ്പോൾ
ഇപ്പോൾ ഞാൻ അഗെയിൻ മിലൻ്റെ അടുത്തൊരു സാധനം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് അതൊക്കെ ആയിരിക്കും വെൻ ഇറ്റ് കംസ് ടു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെൻറ്റ്. എസ്പെഷ്യലി അത് ചോദിക്കാനുള്ള റീസൺ ബീങ് മിലൻ ഒരു ട്രെയിനറാണ്. മിലൻ ഇതേപോലെ എന്താ പറയുക, ഒരു എൻജിനീയറിങ് കോളേജ് പഠിച്ച് ഒരു കോർപ്പറേറ്റിൽ ജോയിൻ ആയി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം മിലൻ അതല്ലാത്തൊരു കരിയർ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരാളാണ്. നാളെ ലെറ്റ്സ് ഗോഡ് ഫോർബിഡ് ഇൻഫോസിസ് പൊട്ടിയിട്ട് പോയി, ബട്ട് സ്റ്റിൽ മിലൻ ക്യാൻ സർവൈവ്. യെസ്, യു ഹാവ് എ സ്കിൽ അല്ലേ? യെസ്. ഇവിടെ മിലനായിട്ട് ചെയ്ത കുറേ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മിലൻ ആ കോൺഫിഡൻസ് തരുന്നത്. ഹൗ ടു ഡെവലപ്പ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണ്? ഈ സ്കില്ലിൻ്റെ കാര്യത്തിൽ മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, 2 തരത്തിലുള്ള സ്കില്ലുണ്ട്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുള്ള കാര്യമാണ്. ഇൻറ്റേർണലായിട്ടൊരു സ്കില്ലുണ്ട്, എക്സ്റ്റേണലായിട്ടുള്ള സ്കില്ലുണ്ട്. ഇൻറ്റേർണലായിട്ടുള്ള സ്കില്ല് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള നമുക്ക് ഉള്ളൊരു സ്കില്ലാണ്. ഇപ്പോൾ ഇൻബോൺ സ്കിൽ എന്നൊക്കെ ആൾക്കാർ പറയുന്നൊരു ഇതുണ്ടല്ലോ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെ വിളിക്കേണ്ട, ഞാനത് ഇൻറ്റേർണൽ സ്കില്ലെന്നാണ് പറഞ്ഞത്. ബാക്കി സ്കൂൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കോളേജസ് നിന്നൊക്കെ കിട്ടുന്നത്, അല്ലെങ്കിൽ സ്കിൽ എയ്ഡഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്കില്ലാണ്. അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം നമ്മളുണ്ടാവും. നമ്മളെപ്പോഴും പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ നിന്നുള്ളൊരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ അതവിടെ നിർത്തിയിട്ട് നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഇപ്പം സ്കൂളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇപ്പോൾ മാർക്ക് കുറവാണെങ്കിൽ നമ്മളവിടെ ട്യൂഷന് പോകുന്നു. അത് ഇതിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള സംഭവമാണ്, സ്കൂളിൻ്റെ ഒരു സബ്സിഡറി ആയിട്ടുള്ള സംഭവം. അത് കഴിഞ്ഞ് ഇപ്പോൾ കോളേജിൽ പോകുന്നു, ഇപ്പോൾ അത് കഴിഞ്ഞ് അവിടെയും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വേറെ ആൾക്കാരെ സഹായിക്കപ്പെടുത്തെങ്കിലും അത് പാസ്സായിട്ട് വരാം. അപ്പോൾ ആ ഒരു എക്സ്റ്റേണൽ സ്കില്ല് മാത്രം ഡെവലപ്പ് ചെയ്യാനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ ഇത് രണ്ടും പാരലലി ഡെവലപ്പ് ചെയ്ത് പോകുന്ന ആൾക്ക് ഒരു ബെറ്റർ സ്റ്റേറ്റിലായിരിക്കും. കാരണം ഇപ്പോൾ എക്സ്റ്റേണൽ സ്കില്ല് നമ്മളെടുത്ത് സ്കിൽഡായി അവിടെ നിന്നൊരു ജോബിൽ നമ്മൾ നിൽക്കുകയാണ്. അതിൻ്റെ ഒപ്പം നമുക്കത് നമുക്കത് ഇല്ലാത്ത സമയത്തും നമ്മുടെ ഇൻറ്റേർണലായിട്ടൊരു സ്കില്ലുണ്ടെങ്കിൽ നമുക്കത് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്കൊരു ജോബും അല്ലെങ്കിൽ റിട്ടേൺ ഒരു വാല്യൂ വരുന്ന സംഭവം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും മറക്കുന്നുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ തന്നെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യണ ഒരിത് കൂടുതലാണ്, വളരെ കൂടുതലാണ്. സ്കൂളിലായാലും ഇപ്പോൾ സ്വന്തമായിട്ട് ഇപ്പം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു സ്കില്ലൊക്കെ കൊടുന്ന് കുറച്ചുപേർക്ക് ഒരുമിച്ച് കൂട്ടിയും അവിടെ നമുക്കൊരു ടീം ബിൽഡിങ് നന്നായിട്ട്, ടീം പ്ലേ നന്നായിട്ട് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു തലത്തിൽ ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമ്മുടെ കരിയറിനെ നന്നാക്കുന്നുള്ളത് മാത്രമല്ല, നമുക്ക് ഒരു അടിപൊളി മെൻ്റൽ സ്റ്റേറ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകുകയും ചെയ്യും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണല്ലോ ശരിക്കുള്ളവർ നമ്മൾ പുറത്തേക്ക് എത്തണം. നമ്മൾ ആരാന്നുള്ളൂ, നമ്മളെങ്ങനെയാണ്, നമ്മളൊരു പർപ്പസ് എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യം നമ്മളെല്ലാവരും ഒരുപാട് ഈ റാറ്റ് റേസ് പോലെ അല്ലെങ്കിൽ ഒരു മങ്കീസ് ഇങ്ങനെ പോണ പോലെ ചെയ്യാതെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് അതിന് വേണ്ടി കൊണ്ടുവരണം. നമ്മൾ ഒരു ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളായിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ഏത് സ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടെ നമ്മൾ പോകുമ്പോൾ ഓക്കെ അവർ അവിടെ നിന്നൊരു വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു വേണ്ടി നമ്മളെപ്പോഴും ഒരു എഫേർട്ട് ഇടണം. അത് നന്നായിട്ട് വരുമ്പോൾ എപ്പോഴും നന്നായിരിക്കും. ഈ ഇൻറ്റേർണൽ സ്കില്ലും എക്സ്റ്റേണൽ സ്കില്ലും അലൈൻ ചെയ്ത് പോകുന്ന ആൾ, ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ്, ആളൊരു വീഡിയോഗ്രാഫി എക്സ്റ്റേണൽ സ്കില്ല് എടുക്കുകയാണ്, അപ്പോൾ അതവിടെ അലൈൻഡായി. അങ്ങനൊരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ അത് ഒന്നുകൂടി അടിപൊളിയായി. നമുക്ക് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്ന സ്കില്ല് നമ്മുടെ ഇൻറ്റേർണൽ സ്കില്ലിനെ എയ്ഡ് ചെയ്യണ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ എത്തുന്നതെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണ വാല്യൂ അധികമായിരിക്കും. അങ്ങനെ ഒരു വാല്യൂ അധികം പ്രൊവൈഡ് ചെയ്യുമ്പോൾ റിട്ടേൺ ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യം ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതിൽ, അതിലാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. ആൾക്കാരുടെ അടുത്ത് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ള ലെവലിലേക്ക് വരണം. ഇപ്പോൾ നമ്മൾ എന്നൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്യണ ഒരാളെ ആയിരിക്കുമോ, നമ്മുടെ അടുത്ത് കൊളാബറേറ്റ് ചെയ്യാൻ വരുന്ന ആളായിരിക്കും നമുക്ക് എപ്പോഴും കൂടെ നിർത്താനായിട്ടും ഇഷ്ടം. ഡിപ്പെൻഡ് ചെയ്യണ ആൾക്കാർക്ക് എപ്പോഴും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിലൂടെ നമ്മുടെ സ്കില്ലും മേ ബി ഡെവലപ്പ് ആവും. പക്ഷെ അതെപ്പോഴും ഒരു അങ്ങനത്തെ ഒരു ഭാരം പോലെ നിൽക്കും. മേ ബി കൊളാബറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഐഡിയകൾ തരും. ആളുടെ അടുത്തുനിന്ന് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓപ്ഷൻസ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഓക്കെ. അത് നമ്മുടെ പിന്നെയും കുറേ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ എവിടെയോ സ്ട്രേഞ്ചേഴ്സിനോടും നിന്നരുത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ, ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ 2 സ്കിൽ, ഇന്ത്യൻ സ്കിൽ എക്സ്റ്റേണൽ സ്കില്ലൊക്കെ ഡെവലപ്പായിട്ട് നല്ല രീതിയിൽ വരാനായിട്ട് പറ്റും. അപ്പോൾ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക. സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പറയുന്നത് പുറത്തുള്ളൊരു സംഭവമാണെന്ന്
നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു വാല്യൂ ഉണ്ടെന്നും മനസ്സിലാക്കാൻ ഏറ്റവും കൂടുതൽ ആ ഒരു സെൽഫ് ലവും നമ്മുടെ മേലുള്ള വാല്യൂ ഒക്കെ അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് ആ പാരൻറ്റിങ്ങിലൊക്കെ നല്ല രീതിയിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ അത് കൊണ്ടുവരാനായിട്ട് പറ്റും. നല്ല രീതിയിൽ അത് കുട്ടികളൊരു ഇൻഡിവിജ്വൽസായിട്ട് കൊടുന്നു കഴിയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് ആണല്ലോ വേണ്ടത്. ഇൻഡിവിജ്വൽ പോയിന്റ് അത് ലൈക്ക് ഇൻഡിവിജ്വൽസ് മനസ്സിലാക്കാം. ഞാൻ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഇതിന് മുന്നേ ഒരു മാമ പപ്പാസായ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബിസിനസ് റൺ ചെയ്യുന്ന ശ്യാമലത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ മൂപ്പര് ചെയ്യുന്നത് ഫുഡ് പ്രൊഡക്ട്സാണ്. അത് കുട്ടികൾക്കുള്ള ഫുഡ് പ്രൊഡക്ട്സ് ബിസിനസ്, ചെറിയ കുട്ടികൾക്കുള്ള ഫുഡ് പ്രൊഡക്ട്സാണ്. അപ്പോൾ മൂപ്പര് പറയുന്ന സാധനമാണ് അത് കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറുള്ള രീതി. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഔട്ട് ഓഫ് ടോപ്പിക്കാണോന്ന് അറിയില്ല, പക്ഷേ കണക്ട് ചെയ്യുക. കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം നീ തിന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ആ മൂപ്പര് പറഞ്ഞു വെച്ചാൽ കുട്ടികൾക്ക് ഒരിക്കലും തിന്നിട്ട് കൊടുക്കരുത്. അവരെ ഒരു അഡൽട്ടായിട്ട് കാണാം. ഓക്കെ. എന്നിട്ട് അവർക്ക് വേണ്ടത് അവർ കഴിച്ചോട്ടെ. അതിൻ്റെ മേലിലേക്കായിട്ട് അവരൊരു ഇൻഡിവിജ്വലായിട്ട് നമ്മൾ കണ്ട് അവരുടെ ഡിസിഷനെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ഇത്ര മതി എന്ന് പറഞ്ഞാൽ അവർക്ക് മതി, അവർ വേണ്ടപ്പോൾ കഴിച്ചോളൂ. ആണ് മൂപ്പര് റിവേഴ്സ് സൈക്കോളജി. ഞാൻ വളരെ കണക്റ്റായിട്ട് പറയാൻ മതി. എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നൊരു കാര്യം എന്ന് പറയുന്നത് റിവേഴ്സ് സൈക്കോളജി. ഈ റിവേഴ്സ് സൈക്കോളജി ഞാൻ പഠിച്ചത് ഇൻസ്റ്റാഗ്രാമിലൊരു റീൽ വഴിയാണ്. ആ റീല് ചെയ്തത് ഒരു കുട്ടിയാണ്. ആ കുട്ടി മങ്കി സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, അറിയാം? മങ്കി സ്റ്റേജ് അറിയില്ല? മങ്കി സ്റ്റേജ് എന്ന് പറയുന്നത് കുട്ടികളിൽ തന്നെയുള്ള അവരുടെ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിൽ അവർ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ്സൊക്കെ പിച്ച് ചെയ്യണ ആ സ്റ്റേജസ് ഉണ്ടല്ലോ, അതുപോലെ ഒരു സ്ഥലം നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാണ് മങ്കി സ്റ്റേജ്. ഈ മങ്കി സ്റ്റേജിൽ ഇവരൊക്കെ വന്ന് ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയും. അങ്ങനെ ഒരു കുട്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ റിവേഴ്സ് സൈക്കോളജി. അപ്പോൾ അവളുടെ അമ്മ അവളുടെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ കുറേ കാര്യങ്ങൾക്കൊന്നും നിർബന്ധിക്കില്ല. ആ കുട്ടി പറഞ്ഞ കാര്യം ഓക്കെ പറയും. ഇപ്പോൾ ടി വി കാണാണ് ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞ് ആ കുട്ടി തന്നെ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു മാറ്റം വരുന്ന തരത്തിലൊക്കെയാണ് ആ ഒരു കാര്യം വന്നത്. ആ കുട്ടി നമ്മളെടുത്ത് പറയണം. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുപഠിക്കാമല്ലോ, ഇതിങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് ആ കുട്ടി പറഞ്ഞിട്ടുള്ള റിവേഴ്സ് സൈക്കോളജി ഫോളോ ചെയ്യാം. ഇതുപോലെ മങ്കി സ്റ്റേജ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിൽ കുട്ടികൾ അവിടെ ഗ്രോണപ്പ് ആവുന്നത് ഒരിക്കലും ഒരു ചൈൽഡ് എന്നുള്ള ലെവലിലല്ല, ഇൻഡിവിജ്വൽസ് ആയിട്ടാണ്. അത് വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പുറത്തേക്കുള്ള കാര്യങ്ങൾ എന്താ നടക്കുന്നതെന്നുള്ള റിയാലിറ്റി കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിരിക്കും. അതാണ് ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ട് ഒന്നുകൂടെ കണക്ട് ചെയ്യാം. അതായത് നമ്മളെല്ലാം നമുക്ക് കൊണ്ട് തരട്ടെ, തന്നു കഴിഞ്ഞാൽ നീ പോയിട്ട് മങ്കി സ്റ്റേജ് ഈ പറഞ്ഞ പരിപാടി കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കാണുമായിരിക്കും. പക്ഷേ ഇപ്പോൾ അപ്പോൾ ആ റീലോട് പറയണം മങ്കി സ്റ്റേജിൽ സംഭവം, ആ വേർഡ് കേട്ടിട്ട് ചിലപ്പോൾ നമ്മൾ പോയിട്ട് എന്താ മങ്കി സ്റ്റേജിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കില്ല അല്ലേ. നമ്മളെന്ത് ചെയ്യുക, മങ്കി സ്റ്റേജിൽ കണ്ട് വേറെ ആൾ നമ്മൾ പറയണം മങ്കി സ്റ്റേജിൽ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് നോക്കുമെന്ന് പറഞ്ഞാൽ മാത്രമേ നോക്കുള്ളൂ. ഓക്കെ. നമ്മൾ അതിൻ്റെ അപ്പുറത്തോട്ടായിട്ട് നമ്മൾ തന്നെ അത് തേടിപ്പോയി പിടിച്ച് ചെയ്യുന്നൊരു പരിപാടിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ് മെൻറ്റേഴ്സ് അല്ലെങ്കിൽ മെൻറ്ററിങ് എന്ന് പറഞ്ഞ പരിപാടി, അല്ലെങ്കിൽ മെൻറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള സാധനം. റീസൺ ബീയിങ് ഇപ്പോൾ മിലൻ പറഞ്ഞ ഇപ്പോൾ റീലായിക്കോട്ടെ, ആ കുട്ടി എനിക്കിവർ രണ്ടാൾക്കാരും മെൻറ്റേഴ്സ് എന്നുള്ളതാണ്. ഒരു റീല് എനിക്കെന്നെ സംബന്ധിച്ചുള്ള എനിക്ക് പുതിയൊരു കാര്യത്തേക്കുള്ള എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. അപ്പോൾ മിക്ക ആൾക്കാരും അല്ലെങ്കിൽ മിക്ക സമയത്തും നമ്മൾ ഈ സ്കൂൾ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് നമുക്കാകെ അറിയുന്നത് നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് റൈറ്റായിട്ടുള്ള ഒരു സ്പേസിൽ വന്നിട്ട് അല്ലെങ്കിൽ റൈറ്റായിട്ടുള്ള ഏത് കാര്യം തേടി പോകണം എന്നുള്ളത് പറഞ്ഞു തരാൻ തക്കത്തിൽ നമ്മൾ നമ്മളെ ചുറ്റും ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഒന്ന് മേ ബി പ്രായത്തിൻ്റെ ആയിരിക്കാം അല്ലേ. ഈ കോളേജ് സ്കൂൾ പ്രായം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ അടിച്ച് പൊളിച്ച് നടക്കാറുണ്ട്. അത്ര ഭയങ്കരമായിട്ട് ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചിട്ട് വരുന്ന ആൾക്കാർ വരുന്നുള്ളൂ. പിന്നെ അവർക്കും ബ്ലോക്കേജസ് വരുന്നതാണ് ഈ ബോർഡ് എക്സാംസ് 12th +2. നമ്മൾ എത്ര സ്കില്ല് ഡെവലപ്പ് ആയിട്ട് വരുന്ന ആൾക്കാർ അവിടെ 2-3 വർഷം ബ്ലോക്ക് ചെയ്ത് കുറേ പേര് ഇടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവർ ആ ഒരു റൂട്ടിൽ മാത്രം പോകുന്നവരുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും. അപ്പോൾ എത്ര മെൻറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ എത്രത്തോളം ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അങ്ങനെ ഒരു ഇപ്പോൾ മെൻറ്ററിങ് എന്നൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിലേക്ക് എത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം മെൻറ്റേഴ്സാണ് ഇപ്പോൾ നമുക്ക് വഴി കാട്ടാനായിട്ടുള്ള
ടീച്ചേഴ്സ് എന്ന് പറയുന്നത് അവർ പഠിപ്പിക്കുന്നുണ്ട്, കാര്യങ്ങൾ തരുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി നമുക്ക് നല്ല ഫോമിൽ നല്ല വെറൈറ്റി ഓഫ് സ്റ്റൈലിൽ കിട്ടുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരുപാട് കിട്ടുന്നുണ്ട്. മിലൻ്റെ മെൻറ്റേഴ്സ് ആക്കിയാണ് എൻ്റെ മെൻറ്റേഴ്സ് എൻ്റെ ഞാൻ ഒപ്പമുള്ള പല ആൾക്കാരെയാണ്, അതായത് ഞാൻ ലിസൺ ചെയ്യാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ എഫേർട്ട് എടുക്കുന്നതിൽ ഞാൻ ഫസ്റ്റ് എൻ്റെ മെൻറ്റേഴ്സായിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ പേരൻസിനെയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ പറയും, പിന്നെ ഞാൻ തന്നെ ഇരുന്നിട്ട് അത് കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എനിക്ക് കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്ന് നല്ല വാല്യൂ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അനുസരിക്കുക എന്നുള്ളതല്ല, അതും വേറൊരു കാര്യമാണ്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ അത് അനലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള അനലിറ്റിക്കലൊരു കഴിവ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതെടുക്കാൻ പറ്റണം. പിന്നെ ഈവൻ ഫ്രണ്ട്സ് പോലും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അറിയുന്ന ചില കാര്യങ്ങളായിരിക്കും, പക്ഷെ അത് അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കേൾക്കുമ്പോൾ ഇതിന് ഇങ്ങനെയൊക്കെ തലങ്ങളുണ്ടല്ലേ, ഒരു മൾട്ടി ഡയമെൻഷണൽ വ്യൂ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാമെന്ന് പറയുന്നത് ആ കാര്യം നമ്മൾ ശരിക്കും നന്നായിട്ട് ഗ്രഹിക്കുന്നതിൻ്റെ അത് ഇപ്പോൾ ഇത് പറഞ്ഞതിന് കണക്റ്റായിട്ട് ചെയ്തേക്കട്ടെ. അപ്പോൾ ലെറ്റ്സ് മിലന് ഒരു ലൈഫിലൊരു പ്രോബ്ലം വന്നു, ഓക്കെ, എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു, ഭയങ്കര ഒരു ലെറ്റ്സ് കരിയർ വൈസ് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണം, വലിയൊരു ഡിസിഷൻ എടുക്കണം. എങ്ങനെയായിരിക്കും മിലൻ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നോക്കിക്കാണാം? മിലൻ്റെ അനലിറ്റിക്കൽ വേ ഓഫ് സോൾവിങ് പ്രോബ്ലം എങ്ങനെയാണ്? മിലൻ ഒരു പ്രോബ്ലത്തെ നോക്കിക്കാണുന്ന രീതി എങ്ങനെയാണ്? കാരണം വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാനുള്ളൊരു ചോദ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മിക്ക ആൾക്കാർക്കും ഏറ്റവും വലിയ പ്രശ്നം അല്ലെങ്കിൽ പോരായ്മ, പ്രശ്നം എന്ന് പറഞ്ഞോളൂ, ഒരു പോരായ്മ, സംതിങ് ദാറ്റ് ദേ ഷുഡ് വർക്ക് ഓൺ, ഐ തിങ്ക് ഇസ് അവർ പ്രശ്നങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് മിലൻ എങ്ങനെയാണ് ഒരു മിലൻ്റെ കരിയറിൻ്റെ ഏറ്റവും വലിയൊരു ഡെസിഷൻ എടുക്കണം. മിലൻ എങ്ങനെയാണ് ഞാൻ അത് നേരെ കുറച്ചും കൂടെ സിമ്പിളാക്കുകയാണെന്നുണ്ടെങ്കിൽ മിലൻ പോലൊരു സാധനത്തിൽ നിന്ന് മിലൻ കൺഫ്യൂഷനിലാണ്. ഞാൻ ഇൻഫോസിൽ കണ്ടിന്യൂ ചെയ്യണം, അതോ ഞാൻ ഈ ഒരു കരിയർ ചൂസ് ട്രാമ്പിൾ ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ കരിയർ ഫുൾ ടൈമായിട്ട് ഫോളോ ചെയ്യണം? മിലൻ എങ്ങനെയാണ് ഡെസിഷൻ എടുക്കാം? ഞാൻ ആദ്യം അതിൻ്റെ ഡീപ്പായിട്ട് പോകാതെ പുറത്ത് നിന്നിട്ട് നോക്കി കാണാനായിട്ട് ശ്രമിക്കും. കാരണം നമ്മൾ ആ ഒരു പോയിൻ്റിൽ നിൽക്കുമ്പോൾ ആ പ്രോബ്ലം വലുതായിട്ട് കാണുകയും ചെയ്യും, നമുക്കതൊന്നും മറികടക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലും. എപ്പോഴും ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചിട്ടുള്ള ലെസണും കൂടിയാണത്. നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞ ടൈമിൽ നിൽക്കുമ്പോൾ ആ ഒരു കോഴ്സ് ബേസ് ചെയ്തിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ ആ ഒരു റൂട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഓക്കെ ആ റൂട്ടിൽ നമ്മൾ ബ്ലോക്കായ പോലെ ഉണ്ടെന്നൊരു ഫീലിംഗ് കിട്ടി. പിന്നെ നമ്മളവിടെ നിന്ന് മാറിയപ്പോഴാണ് IT ഫീൽഡിലേക്ക് കിടക്കുക എന്നുള്ളൊരു രീതിയിൽ അങ്ങോട്ടൊന്ന് സ്റ്റെപ്പ് എടുത്തത്. പക്ഷേ ഞാനപ്പോൾ ഒന്ന് പുറത്ത് നിന്നിട്ടും കൂടി നോക്കിയതിനെ. അതുപോലെ നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് പോകാൻ, വേറൊരു റൂട്ടിൽ പോകാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് എന്തായാലും കിട്ടും. പിന്നെ അത് നമ്മൾ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. എന്താണോ നമുക്ക് ആഗ്രഹമുള്ളത് അത് കുറേ നേരം ആലോചിച്ച് അല്ലെങ്കിൽ കുറേ ഡിസ്കസ് ചെയ്തിരിക്കാതെ, നമ്മൾ ഈവൻ ക്രിക്കറ്റിൽ പോലും ഒരു ട്രയൽ എടുക്കുന്ന ആൾക്കാരാണ്. ലൈഫിൽ പല കാര്യങ്ങൾക്കും നമ്മുടെ കാര്യങ്ങൾക്ക് നമുക്ക് ട്രയൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ട്രയൽ ഔട്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡിസ്കഷൻ ആവാം, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഡൂയിങ് കണ്ടിന്യൂ ചെയ്യണം. ഞാൻ തന്നെ എൻ്റെ ഒരു തിയറിയിൽ നോക്കിയിട്ടുള്ളൊരു കാര്യം, നമുക്ക് എത്തേണ്ട ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഹൈറ്റിലാണ്, കുറച്ച് ദൂരമുണ്ട്. ഈ വാക്കുകൾ, വേർഡ്സ്, ഡിസ്കഷൻ എന്നൊക്കെ പറയുന്നതും ഹൊറിസോണ്ടൽ ലൈനാണ്. നമുക്ക് ഹൊറിസോണ്ടൽ ലൈനിൽ പോകാൻ വളരെ എളുപ്പം, വെറുതെ ചുമ്മാ നടന്ന് പോയി കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ പോകാം. പക്ഷേ ഹൈറ്റിലെത്തില്ല. ആക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. ആക്ഷൻ ഒറ്റയടിക്ക് നമുക്ക് വെർട്ടിക്കൽ പോകാനായിട്ട്, മുകളിലെത്താനായിട്ട് പാടാം, എത്തില്ല. ഇത് രണ്ട് കമ്പൈൻ ചെയ്യും നമുക്ക് സ്റ്റെപ്പ് പോലെ. അങ്ങനെ കമ്പൈൻ ചെയ്ത് പോകാണെങ്കിൽ നമ്മൾ ആ ഹൈറ്റിലും എത്തും, നമ്മൾ ആ ഡിസ്റ്റൻസിലും പോകും. അപ്പോൾ ആ ഒരു ലെവലിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു കൺസെപ്റ്റ് ഫോളോ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ ഞാൻ സെഷൻ എടുക്കാൻ പോകുമ്പോഴും ഞാൻ സെഷൻ എടുത്ത് കഴിഞ്ഞ് ഓക്കെ പിന്നെ നമ്മളതിനെ കുറിച്ച് എന്താണെന്നുള്ളത് കറക്റ്റ് ഡിസ്കസ് ചെയ്യും. അതെനിക്ക് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഞാൻ ഫോളോ ചെയ്യുമ്പോഴും എനിക്ക് നല്ലൊരു റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കരിയറിൻ്റെ നല്ലൊരു ഇത് വരുമ്പോഴും ഒന്ന് പുറത്തുനിന്ന് കണ്ട് നമുക്ക് എന്തിലേക്കാണോ പോകേണ്ടത് അത് കറക്റ്റായിട്ട് അതിന് ചാനലൈസായിട്ട് പോകാമെന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു
ഇനിഷ്യൽ പോയിന്റ് നമ്മൾ എടുക്കണം. അവിടെ ഇരിക്കും മേ ബി ഒരു ടഫ് ഇത് വരിക, പക്ഷെ അത് മറികടന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ എടുക്കണം. കാരണം നമ്മുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ ലൈഫിലേക്ക് എത്തണമെന്ന് ചിലപ്പോൾ അതിനായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഇനിഷ്യൽ പോയിന്റിൽ നമ്മളിത് എടുക്കുന്നുണ്ട്, അതൊരു തരത്തിൽ നമുക്ക് നല്ലതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇതുവരെയായിട്ടുള്ള എക്സ്പീരിയൻസിൽ നോക്കി കഴിഞ്ഞാൽ നമ്മളൊരു റൂട്ട് ഉദ്ദേശിക്കും, ഒരു ദിവസം തന്നെ കാര്യങ്ങൾ നടക്കണം ഉദ്ദേശിക്കും. അതിൻ്റെ ഒപ്പം തന്നെ പാരലായിട്ട് കുറേ ബ്ലോക്കും കാര്യങ്ങളും അല്ലെങ്കിൽ എക്സ്റ്റേണലി പലരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും കൊണ്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാവരും നടന്നിട്ടൊന്നുമില്ല, പക്ഷെ നോക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് നടക്കാമെന്ന് പറയുന്നത് ഞാൻ വിചാരിക്കാത്ത ക്രിയകളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് കാര്യവും ആ സമയത്തേക്ക് ചിലപ്പോൾ മോശമായിരിക്കാം, ഡിഫിക്കൽട്ടായിരിക്കാം, ടഫായിരിക്കാം, പറ്റാത്തതായിരിക്കാം. പക്ഷേ ആ കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് നല്ലത് ഭവിക്കാനായിട്ട്, നല്ലതിന് വേണ്ടി വരുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വേറെ പുതിയ കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്ന, പുതിയ കൊളാബറേഷൻസ് ചെയ്യാൻ പറ്റണം, പുതിയ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാം. അത് നമ്മൾ ആലോചിക്കുന്നത് എപ്പോഴും ഈ പുറത്തുനിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാനായിട്ട് പുറത്ത് സൂം ഔട്ട് ചെയ്തിട്ട് നോക്കണം, എന്നാലാണ് നടക്കുള്ളൂ. ഈ ഒരു സാധാരണക്കാരനും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താ പറയുക? എന്താ ഡിസിഷൻ മേക്കിങ്ങിലുള്ള വ്യത്യാസം എന്താ പറയുക? ഞാൻ ഒരു സാധാരണക്കാരൻ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്ന സമയം, ആവറേജ് സമയം എന്ന് പറയുന്നത് ഒരു 7 ദിവസം, അത് എൻഡ് ഓഫ് ദ വീക്കാണ് എങ്കിൽ, ഒരു ഹൈ പെർഫോമർ അല്ലെങ്കിൽ ഒരു ഹൈ അച്ചീവർ എന്ന് പറയുന്ന ഒരാൾ അവരുടെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ബൈ എൻഡ് ഓഫ് ടുഡേ ആണ്. അതായത് ഇപ്പോൾ ഇപ്പോൾ ഹൊറിസോണ്ടലും വെർട്ടിക്കലും കണക്ട് ചെയ്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അത് കണക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ബേസിക്കലി നടക്കുന്നത് ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ഡെപ്ത് കൂടുതലാണ്. അതാ ചിന്തിക്കുക, എടുക്കുക, അതിനെക്കുറിച്ച് ഇങ്ങനെ ഇതാക്കാനുള്ള സാധനത്തിൻ്റെ ഇത് കൂടുതലാണ്. പക്ഷേ ഒരു ഹൈ അച്ചീവറെ സംബന്ധിച്ചിടത്തോളം വെർട്ടിക്കൽസ് കൂടുതലാണ്. ആക്ഷൻസ്, ഇത് ചെയ്യുക. ഒരു 2 സ്റ്റെപ്പ് എടുക്കും, അവിടെ മിസ്റ്റേക്കായി എഗെയിൻ അവിടുന്ന് അടുത്ത ഡിസിഷൻ എടുക്കും. പക്ഷേ അതായത് ഒരു മാസം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ എൻഡ് ഓഫ് ഡേയും എൻഡ് ഓഫ് വീക്കും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മാസം ഒരു സാധാരണക്കാരൻ 4 കീ ഡിസിഷൻ എടുക്കുന്ന വെച്ചാൽ ഒരു ഹൈ അച്ചീവർ ഈ 4 ഡിസിഷൻ 4 ദിവസം കൂടെ ഓൾറെഡി എടുത്തിട്ട് മുന്നിലാണ്. ബാക്കിയുള്ള 26 ദിവസം ഈ 4 ഡിസിഷൻ്റെ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനിക്കുന്നതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രിൻസിപ്പളായിട്ട് കാണുന്നൊരു സാധനം കൂട്ടുണ്ട്, ജംപ് ഫസ്റ്റ് തിങ്ക് സെക്കൻഡ്. ഞാൻ എൻ്റെ ടെഡ് ടോക്കിൻ്റെ ടോപ്പിക്ക് തന്നെയായിരുന്നു ജംപ് ഫസ്റ്റ് തിങ്ക് സെക്കൻഡ്. ഞാൻ ഇന്നേറെ ലൈഫിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചിട്ടൊരു സാധനം ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ആകെ ചെയ്യാത്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതെൻ്റെ എൻജിനീയറിങ് ടൈമിൽ ഡ്രോപ്പ് ഔട്ട് ആവാത്ത സാധനമായിരിക്കും. കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ലൈഫിലെ മേജർ കാര്യങ്ങൾ വൺസ് ഒരു പോയിൻറ്റിന് ശേഷം എടുത്ത് ചാട്ടം എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള സാധനമാണ്. അത് എനിക്ക് തോന്നുന്നു അതിന് വേണ്ടിയിട്ടായിട്ട് എന്നെ കുറേ കൂടെ പ്രേരിപ്പിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്നെ കുറേ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എൻ്റെ പാരൻസ് തന്നെയാണ്. കാരണം അവർ എന്നെ വളർത്തിക്കുന്നത് കംപ്ലീറ്റ് റിവേഴ്സ് സൈക്കോളജിസ്റ്റ് മാത്രം. എൻ്റെ ഒരു കാര്യത്തിൽ അവർ ഇടപെട്ടിട്ടില്ല. എല്ലാം നീ എന്നെ എടുത്തോ എന്നുള്ളത് മാത്രം. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല, ഡബിൾ തിങ്ക് ചെയ്യണ്ട. കാരണം അത് പാരൻസ് ഒന്നും പറയാൻ പോകില്ല. നീ ഇത് ചെയ്തോ, അങ്ങനെയാണോ, അത് ചെയ്തോ, അങ്ങനെയാണോ, ഇപ്പം പലപ്പോഴും ഞാൻ ഇത് ചിന്തിക്കുന്നത് എനിക്കത് പറഞ്ഞത്, പക്ഷെ അവരത് പറഞ്ഞില്ല. ഞാനൊരു സാധനം എടുക്കും, ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദാറ്റ് വൺസ് അത് ചെയ്തതിന് ശേഷം. സോ ഡിസിഷൻ, അതായത് മിക്ക ആൾക്കാരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും ഡിസിഷൻ എടുക്കുന്ന സമയത്തായിട്ട്. അതിൻ്റെ പ്രോസ് കോൺസ് ഒക്കെ ചിന്തിച്ച്, അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ചിന്തിച്ച്, എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് അനലിറ്റിക്കലായിട്ട് ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് 10 റീസൺ വേണം. പക്ഷെ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഒരൊറ്റ റീസൺ മതി. അവസാനം നമ്മൾ അവിടത്തേക്ക് എത്തും. അല്ലെങ്കിൽ അതിൻ്റെ നെഗറ്റീവ്സ് നോക്കുമ്പം പ്രോസിനേക്കാളും ഒരൊറ്റ നെഗറ്റീവ് ചിലപ്പോൾ നമ്മൾ വെയിൻ കൂടുതലായിട്ട് പോലെ നമ്മൾ കാണുന്നുണ്ടോ. അങ്ങനെ എത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നുണ്ട്. ഇപ്പോൾ കരിയേഴ്സിൻ്റെ കേസിൽ തന്നെ ആയിക്കോട്ടെ. ഇപ്പോൾ പല ആൾക്കാരും പോയിട്ട്, ഇപ്പോൾ ഞാനുണ്ട്, പല ആൾക്കാരും വേണം എൻ്റെ തന്നെ പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ സയൻസ് എടുത്തിട്ടുണ്ട്, ഞാൻ +2 സയൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ കുറേ കഴിഞ്ഞ് പിന്നെ വെച്ചിട്ടേക്കണം, ഓക്കെ എനിക്ക് സയൻസ് എടുത്ത് ഞാൻ എന്തിനാണ്, ഓക്കെ എഞ്ചിനീയറിങ്, എനിക്ക് ബയോളജി ഭയങ്കര ഇഷ്ടമാണ്, ഫിസിക്സ് ഭയങ്കര ഇഷ്ടമാണ്, മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ കൂടെ മാത്സ് എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റായിരുന്നു മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. മേ ബി ഐ വുഡ് ഹാവ് ഡൺ ബെറ്റർ അറ്റ് കോമേഴ്സ്. സയൻസ് എടുക്കേണ്ടായിരുന്നു, പക്ഷേ സയൻസ് എടുത്തതിന് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടായിരുന്നു. പക്ഷേ മേ ബി ഐ വുഡ് ഹാവ് ഡൺ ബെറ്റർ അറ്റ് കോമേഴ്സ്. പക്ഷെ അന്ന് ഞാൻ കോമേഴ്സ് എടുക്കാൻ തരുന്നത്, ഇത്രയും മാർക്ക് കിട്ടിയ ഒരാളെ ഞാൻ എങ്ങനെ പോയിട്ട് സയൻസ് എടുക്കാൻ ഇഷ്ടമാവും, അല്ലെങ്കിൽ കോമേഴ്സ് എടുക്കാൻ ഇഷ്ടമാവും.
ട്രെൻഡ് അങ്ങനെയാണല്ലോ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്ന സാധനമുണ്ട് സയൻസ്. അതായത് സയൻസ് എടുത്തു കഴിഞ്ഞാൽ കോമേഴ്സിൻ്റെ റൂട്ടിലും പോവാം, സയൻസിൻ്റെ റൂട്ടിലും പോവാം, ഏത് വഴിയും പോവാം. കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കോമേഴ്സിൽ പോവാം. അന്ന് ബയോളജി സയൻസ് എടുത്തായിട്ടില്ല. എല്ലാവർക്കും പോകാനുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെ ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ലൈക്ക് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതായത് സ്കൂൾ സിസ്റ്റം മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റാത്തൊരു സംഭവമാണ്. അത് വളരെ സ്ലോ ആയിട്ടുള്ള ട്രാൻസിഷനാണ്. എഡ്യൂക്കേഷൻ അതേപോലെ തന്നെ ഹെൽത്ത് കെയർ രണ്ട് ഞാൻ മനസ്സിലാക്കിയ ഇൻഡസ്ട്രിയിൽ എഡ്യൂക്കേഷനിലും ഹെൽത്ത് കെയറിലും പെട്ടെന്നുള്ള ട്രാൻസിഷൻ നമുക്ക് പോസിബിൾ അല്ല. അതായത് ഹെൽത്ത് കെയർ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പനി വന്നു കഴിഞ്ഞാൽ ഞാൻ അൺലെസ് ഭയങ്കര സീവിയർ ആയിട്ടുള്ളൊരു കാര്യം ഇല്ലാത്തടത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ പോകാത്ത കൂടുതൽ. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. അതായത് ഒരു പനി വന്നാൽ അപ്പം മരുന്ന് കഴിക്കണം, ആ ഒരു റൂട്ടാണ് എല്ലാവർക്കും വരുന്നത്. ആ ഒരു ട്രാൻസിഷൻ പെട്ടെന്ന് കൊണ്ടുവരാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ. അതായത് ഹെൽത്തി ലിവിങ്ങിലേക്ക് കൊണ്ടുവരിക, കുറേ കൂടെ ഫുഡും ഡയറ്റും എക്സസൈസൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇതൊക്കെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. അതേപോലെയാണ് എഡ്യൂക്കേഷൻ, പെട്ടെന്ന് മാറാൻ പറ്റുന്നൊരു സാധനമല്ല. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ മിലനും എനിക്കും അതേപോലെ നമ്മൾ നേരത്തെ പറയേണ്ട ഈ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കുറേ കൂടെ മുന്നിലേക്ക് വന്നിട്ട് ആൾക്കാർ കുറേ കൂടെ അവയർനെസ് കൊടുക്കണം എന്നാണ്. അവിടെയാണ് എനിക്ക് തോന്നുന്നത് കുറേ കൂടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനുള്ള ഒരു മാറ്റങ്ങൾ ഞാൻ കാണുന്നത്. തീർച്ചയായിട്ടും അത് ചിന്തിക്കുന്നതല്ല. തീർച്ചയായിട്ടും ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് ഈ പാരൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് ഞാൻ മൈസൂർക്ക് പോകുന്ന വഴിയിൽ ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ ആൾ ഞാൻ അധികം ഒരു ഏജ് പ്രതീക്ഷിച്ചു. പക്ഷേ ആൾ ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കണ മോനുണ്ട്. അപ്പോൾ പാരൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആൾ പറഞ്ഞു ഞാൻ സയൻസ് എടുത്തു. ആൾ IT ഫീൽഡിലാണ് വരയ്ക്കുന്നത്, ടെക്നോ വർക്കിലാണ്. ആൾ പറഞ്ഞു ഞാൻ സയൻസ് എടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നു. എനിക്കിതിപ്പോൾ അത്ര ഇഷ്ടം ഉണ്ടായിരുന്നു നിൽക്കണമല്ലോ, പിന്നെ ഫാമിലിയൊക്കെ പോകണം എന്നുള്ള ലെവലിൽ നിൽക്കുന്നതാണ്. ഞാനൊരിക്കലും എൻ്റെ മകൻ്റെ അടുത്ത് അങ്ങനൊരു ടെക് ലെവലിലേക്ക് പോകണേക്കാളും ഒരു ബിസിനസ് ലെവലിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ആളുടെ അടുത്തും മകൻ്റെ അടുത്തും പറയാറുണ്ട്, അങ്ങനെ കൊണ്ടുവരണം. പിന്നെ മകനായാലും ഒരുപാട് അങ്ങനെ തല്ല് ശാസിക്കൊന്നും അങ്ങനെ ചെയ്യില്ല. ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വൽ ലെവലിലാണ് ആളെ മകനെ കാണണമെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ആൾ വളർത്തിക്കൊണ്ട് വരുന്നതും പിന്നെ മകൻ്റെ കരിയറിന് ആൾ കൊടുക്കുന്ന ഒരു ഇതും ആ ഒരു ഫ്രീഡവും പുതിയൊരു ലെവലിലേക്ക് ഒരു ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തണം, ബിസിനസ്മാൻ്റെ ആ ഒരു ലെവലിലേക്ക് വരണം. അതിനെ കുറിച്ചിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് പെട്ടെന്ന് കേട്ടപ്പോൾ വളരെ ഹാപ്പിനെസ് ഫീൽ ചെയ്തു. ഇങ്ങനെ പേരൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻഫ്ലുവൻസസ് അങ്ങനെ മുന്നിട്ട് ഇറങ്ങിയാലും അത് കേൾക്കാനായിട്ട് ആൾക്കാരുണ്ട്, അത് കേട്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ആൾക്കാരുണ്ട്, കേട്ട് മനസ്സിലാക്കിയിട്ട് അത് ഫോളോ ചെയ്യാനും ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആൾക്കാർ ഇവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള എനിക്ക് ഇൻഫ്ലുവൻസ് എന്നുള്ള ടേം തന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. പല സ്ഥലത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. പിന്നെ യൂട്യൂബിൽ അങ്ങനെയൊക്കെ കോണ്ടന്റ് ക്രിയേറ്റർ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ അവിടെ കറക്റ്റ് ചെയ്യുന്ന സാധനം ഞാനൊരു ഇൻഫ്ലുവൻസർ അല്ല, ഞാനൊരു എഡ്യൂക്കേറ്റർ ആണെന്ന് പറയും. ഒരു റീസൺ ഞാൻ വേറൊന്നല്ല, എൻ്റെ ഒരു മെൻറ്ററുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള മെൻറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ കാണാത്ത ആൾക്കാർ എൻ്റെ മെൻറ്റേഴ്സാണ് ദിവസം. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഞാൻ ഭയങ്കര ടു ദ ഹാർട്ട് വെക്കുന്നൊരു മെൻറ്ററാണ്. #ഹാഷ്ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള കരിയർ കൗൺസിലിംഗ്, ലൈക്ക് കരിയർ ഇത് ചെയ്യുന്ന ഹഷ്ബത്ത, അതിൻ്റെ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഹഷ്ബത്ത എൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ ഹഷ്ബത്ത ഇതേപോലെ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇൻഫ്ലുവൻസർ ഓഫ് ദി ഇയർ, അതേപോലെ തന്നെ ബെസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ഇൻഫ്ലുവൻസർ, ബെസ്റ്റ് ഫുഡ് ഇൻഫ്ലുവൻസർ, ബെസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവാർഡ്സും റെക്കഗ്നീഷൻസും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇന്നേ വരെ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള, എഡ്യൂക്കേഷൻ ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവാർഡ് കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ സാക്ഷരതയിൽ ഏറ്റവും മുമ്പന്നുള്ള കേരളത്തിൽ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. ഞങ്ങൾ ഒരിക്കലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നതിലും എന്ത് സത്യമല്ലേ മൂപ്പര് വിഷയം പറയുന്നത്. അതായത് എനിക്ക് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എത്തുന്ന സമയത്തായിട്ട് ഇതുപോലെ എഡ്യൂക്കേഷൻ വൈസ് ചെയ്തിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആദരിക്കണം, ലൈക്ക് അവർ റെക്കഗ്നീഷൻ കൊടുക്കണം, അവർക്കൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവർക്കൊരു കാര്യം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള സാധനങ്ങൾ.
വിച്ച് ഐ ഫെൽറ്റൊക്കെ വളരെ ശരിയാണല്ലോ. അതായത് നമ്മളെപ്പോഴും കാണുന്നുണ്ടോ ഇന്ന ആൾക്ക് ഒരു അവാർഡ് കിട്ടി, ലൈക്ക് ഇൻഫ്ലുവൻസർ ഓഫ് ദി ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ഓഫ് ദി ഇയർ ഫോർ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവാർഡ്സൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു അൽഗോരിതത്തിൻ്റെ ഒരു സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യണം. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ്റ് പുതിയ കണ്ടൻറ്റ് ആൾക്കാർ കണ്ടെത്തുന്നത് സജഷൻസ് വഴിയാണ്. അല്ലേ? അതായത് യൂട്യൂബിൻ്റെ അൽഗോരിതം തന്നെ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ യൂസർ ബിഹേവിയർ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കണ്ടൊരു വീഡിയോ, ആ വീഡിയോൻ്റെ അതേ നീഷിലുള്ള വേറൊരു ക്രിയേറ്റ് ചെയ്യുന്നതിൽ അതും കൂടെ നമുക്ക് എന്ത് ചെയ്യും, കാണിച്ചു തരും. പക്ഷെ ഇപ്പോൾ മലയാളത്തിൽ നമ്മൾ കുറച്ച് രാവിലെ സംസാരിച്ചതാണ് റീജിയണൽ ലാംഗ്വേജസ് ഉള്ളത്. അത് മലയാളത്തിൽ തന്നെയുള്ള കണ്ടൻറ്റിൻ്റെ കുറവ്. റൈറ്റ്. ഇപ്പോൾ ഞാൻ 3 വർഷമായിട്ട് യൂട്യൂബിൽ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. എൻ്റെ ചാനലിൽ എപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 120 അങ്ങനെ എന്തെങ്കിലും അധികം വീഡിയോ ഉണ്ട്. ഇതിപ്പം 85ാമത്തെ എന്തോ എപ്പിസോഡാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പോഡ്കാസ്റ്റ് എപ്പിസോഡാണ് ചെയ്യുന്നത്. അതും ലോങ് ഫോമാണ്. അതിന്ന് കമേഴ്ഷ്യലി ഉള്ള ഒരു സാധനം അവിടെ കിട്ടാനില്ല. ഫുൾ എഡ്യൂക്കേഷനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചാനൽ ഗ്രോത്ത്, ലൈക്ക് ചാനലിൽ ഇതുവരെ എന്തില്ല. ചാനലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് മറ്റവരും അവിടെ കാണാൻ കുറവായിരിക്കും. റീസൺ മീൻ ഇത് സജസ്റ്റ് ചെയ്യാനായിട്ട് മറ്റ് ഇതേപോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ് ഇല്ല. ഒന്ന് എന്തുകൊണ്ട്? റീസൺ മീൻ എല്ലാവരും പോയി ചെയ്യുന്നത് ലൈഫ് സ്റ്റൈലും എൻ്റർടൈൻമെൻറ്റും വ്ളോഗിങ്ങും ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ലൈക്ക് നമ്മൾ പറഞ്ഞ ചേഞ്ച് നമ്മൾ കണ്ടുപോകണല്ലോ. കുറേ കൂടെ അടിപൊളിയായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഈവൻ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ എക്സ്പെർട്ടീസും എക്സ്പീരിയൻസും എന്താ പറയുക അഡ്വൈസും കൊടുക്കുന്ന ഒരുപാട് ചാൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സോ അത് കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ലൈക്ക് ഒരു ഹോപ്പ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അതായത് നാളെ മറ്റന്നാൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരാണെന്ന് പറയുക ഈ നമ്മുടെ ഈ ഇത്ര അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്തേക്കായിട്ട്. അതായത് ഒരു വർഷം 15 ലക്ഷം എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. 2.5 തൊട്ടിട്ട് 3 ലക്ഷം ജോലികൾ മാത്രമേ എഞ്ചിനീയറിംഗ് ഒരു വർഷമുള്ളൂ. BCom BSc ഇതൊക്കെ പഠിച്ചിറങ്ങുന്ന 40 ലക്ഷത്തോളം കുട്ടികൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്. 10 ലക്ഷം ജോലികളാണ്, അറൗണ്ട് 10 ലക്ഷം ജോലികൾ ഒരു വർഷമുള്ളൂ. MBA പഠിച്ചിട്ട് ഒരു വർഷം 10 ലക്ഷം ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. 5 to 6 ലക്ഷം ആൾക്കാരെ ജോലിക്ക് കയറുന്നുള്ളൂ. അതേപോലെ MTech കഴിഞ്ഞിട്ടൊരു വർഷം 6 തൊട്ടിട്ട് 8 ലക്ഷം വരെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അവിടെയും ജോലി എന്ന് പറയുന്നത് 30 തൊട്ട് 40% വരെയാണ്. ഇങ്ങനെ ഇവൻ മെഡിക്കൽ MBBS എന്ന് പറയുന്ന കരിയർ അടക്കം എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെയും എംപ്ലോയ്മെൻറ്റ് റേറ്റ് 60 തൊട്ടിട്ട് 65% വരെ മാത്രമാണ്. എന്നിട്ടും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലെറ്റ്സ് ഞാൻ 12th കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ വന്നിട്ട് മിലൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മിലൻ ഞാനിങ്ങനെ എഞ്ചിനീയറിങ്ങിന് കമ്പ്യൂട്ടർ സയൻസിന് ഇങ്ങനെ പോയാലോ എന്ന് ഇങ്ങനെ എൻ്റെ അടുത്ത് വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ലെറ്റ്സ് 12th പഠിച്ചിട്ടുണ്ടായിരുന്നത് കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ്. അപ്പം മിലൻ എനിക്ക് എന്ത് ചെയ്യുന്നില്ല, പറഞ്ഞിരുന്നില്ല കമ്പ്യൂട്ടർ സയൻസ് എങ്ങനെയാണ്, അതിൻ്റെ ചാലഞ്ചസും കാര്യങ്ങളും. എങ്കിലും പറയാം പഠിച്ചോ, ഭയങ്കര സ്കോപ്പാണ്, IT അല്ലേ എന്നുള്ള സാധനം മാത്രമേ അവിടെ തരുന്നുള്ളൂ. ഇതല്ലാതെ ഈ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഓരോ കരിയറിലും അവർ ഓൾറെഡി 5, 10, 15, 20 വർഷം സീസൺഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമ്മുടെ നാട്ടിലുണ്ട്. US-ലും അതേപോലെ തന്നെ മറ്റ് വെസ്റ്റേൺ കൺട്രീസിലും നമ്മുടെ നാട്ടിൽ തന്നെ വെരി ടോപ്പ് പൊസിഷൻസിൽ വർക്ക് ചെയ്യുന്ന ഇവരുണ്ട്. പക്ഷെ ഇവരാരും എന്ത് ചെയ്യുന്നില്ല. അത് പുതിയ വരുന്ന തലമുറയ്ക്ക് ഈ നോളജ് ഷെയറിങ് കൊടുക്കുന്നില്ല. അവർക്കറിയാം 20 വർഷമൊക്കെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അതിൻ്റെ സ്റ്റെപ്പ് എന്താണ് നടക്കുന്നത്. അത് താൻ ഗോയിങ് ഫോർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ചിലപ്പോൾ അവിടെ മെഷീൻ ലേണിങ്ങിൻ്റെ ഒരു കോഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇന്നിപ്പോൾ എഗെയിൻ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ച മുന്നേ ആക്ച്വലി ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. IIT മദ്രാസിൽ 70% കുറവ് പ്ലേസ്മെൻറ്റ്സ്. ഞാൻ വെച്ചാൽ IIT മദ്രാസ് പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 70% കുറച്ച് പ്ലേസ്മെൻറ്റ്സ് ഞാൻ നോക്കിയപ്പോഴേക്ക് കുട്ടികൾ പ്ലേസ് ആകാത്തതുകൊണ്ടല്ല, കമ്പനീസ് അവിടെ എത്തിയിട്ടില്ല. അത് പ്ലേസ്മെൻറ്റ്സിന് വന്ന കമ്പനീസ് ആ വർഷം കുറഞ്ഞു. റീസൺ മീൻ AI-യും ഓട്ടോമേഷൻസും കാര്യങ്ങളോട് വന്നതോട് കൂടിയിട്ട് മാൻ പവർ ലൈക്ക് അത് പഠിച്ച ആൾക്കാർ അവിടെ ഇല്ല. അപ്പോൾ അവർ പോയിട്ട് ഹയർ ചെയ്യുന്നത് കുറേ ഫ്രീലാൻസേഴ്സ്, AI അറിയുന്ന ഫ്രീലാൻസേഴ്സിനെയും അല്ലെങ്കിൽ ഇതിലൊക്കെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള യങ് പ്രൊഫഷണൽസാണ്. എക്സ്പീരിയൻസ് നോക്കിയിട്ടല്ല. AI-ലൊരു ആപ്പ് ഉണ്ടാക്കാൻ അറിയോ, അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിഫ്യൂഷൻ ഉപയോഗിക്കാൻ അറിയോ, ഓർ ലൈക്ക് എന്താ പറയുക കോഡ് ചെയ്യാൻ ലൈക്ക് അതായത് AI വെച്ചിട്ട് ഇപ്പം ChatGPT തന്നെ എന്താ പറയുക GPTs യൂസ് ചെയ്തിട്ട് ഒരു കസ്റ്റം ബിൽഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയോ. ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അവർ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്യണം, കൊടുക്കണം. കുറേ കൂടെ AI ടൂൾസ് വന്നതോട് കൂടിയിട്ട് അവിടെ വർക്ക് കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാണ്. സോ
ഇപ്പോൾ കാനഡയിലുള്ള ഇപ്പോൾ ഞാൻ ഒരു വായിച്ചൊരു സാധനമാണ്, കാനഡയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോഴ്സസിൻ്റെ ഓഫറിംഗ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡസ്ട്രിയിലെ ഡിമാൻഡ് എന്തിനാണോ പ്രൊഫഷൻസിൽ വരുന്നത് ആ കോഴ്സസാണ് അവിടെ കോളേജിൽ ഓഫർ ചെയ്യുന്നുള്ളൂ. അവിടെ അതിന് ഡിമാൻഡ് ഇല്ലാതെ വെച്ചാൽ ആ കോഴ്സ് അവിടെ അവിടെ കോളേജിൽ റൺ ചെയ്യാൻ അവിടുത്തെ ഗവൺമെൻറ് അലോ ചെയ്യുന്നില്ല. അത് ഇൻഡസ്ട്രി കണക്റ്റഡ് ആണ്. ഇവിടെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, എയറോട്ടിക് തന്നെയാണ്. ഇത് പഠിക്കുന്നത് ഇവിടെ ജോലിയില്ല. അതാണ് രണ്ടും ഡിഫറെൻ്റ് ആണ്. എഡ്യൂക്കേഷൻ കോളേജ് ലെവലിൽ നിൽക്കുന്നത് നമ്മുടെ ഇൻഡസ്ട്രി രണ്ടും ഡിഫറെൻ്റ്ലി അത്രയും ഡിഫറൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്കതിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു പാട് അത്രയും വ്യത്യാസമാണ്. കാരണം ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നതെന്ന് ഇവിടെയുള്ള കോളേജിലുള്ള ആർക്കും അറിയണമില്ല, ഇൻഡസ്ട്രിയിൽ ആൾക്കാർ പറഞ്ഞു കൊടുക്കണമില്ല. രണ്ടും ഉണ്ടാവുന്നില്ല. ഒന്നെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് കോളേജസിൽ എത്തണം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു തയ്യാറാവണം. അവൻ ഇപ്പോൾ ഞാൻ MBA കോളേജിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ ഒരു ബിസിനസ് പോലും റൺ ചെയ്തിട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണ് MBA നടത്തിക്കുന്നത്. അതായത് ബിസിനസ്സിൻ്റെ ബേസിക്സ് ഫണ്ടമെൻ്റൽസ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ ഓൾറെഡി ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടതാണ്. അതായത് ഞാൻ കുറച്ചും കൂടെ എനിക്ക് റിലേറ്റബിൾ ആകുന്നൊരു ചോദ്യം ബിസിനസ് ഫേസ് ചെയ്തിട്ടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ഉത്തരമില്ല, അവർക്ക് അറിയില്ല അത് പറഞ്ഞുതരാൻ. പിന്നെ വേറൊരു പ്രശ്നമാണ് ഒരു വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം, കമ്മിങ് ബാക്ക് ടു അഗെയിൻ പാരൻറ്റിങ്. നമ്മളെ പാരൻസ് ചെയ്യുന്ന വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട് മക്കളെ കൊണ്ട് ചെയ്ത് സാധനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞില്ല ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സാധനം മിക്ക സമയത്തും പാരൻസ് ആ റെസ്പെക്റ്റ് അവിടെ കൊടുക്കാറില്ല. കാരണം നമ്മൾ ഇത് ചെയ്താൽ മതി. കൾച്ചറിൻ്റെയും പിന്നെ ഒരു പാരൻറ്റിങ് സ്റ്റൈലിൻ്റെ ഒക്കെ ഭാഗം അങ്ങനെ ആയതുകൊണ്ട് അതൊന്നും തന്നെ മാറാതെ അത് തന്നെ ഫോളോ ചെയ്ത് നിൽക്കുന്നുണ്ടുള്ളൊരു ഇൻഡിവിജ്വലിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരുടെ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ മുന്നേയൊക്കെ അവരെ പാരൻസ് ചെയ്തത് കോപ്പി ചെയ്യാനാണ് ശ്രമിക്കുന്നത് വെച്ചാൽ ഇപ്പം കുറേ കൂടെ അൺലേണിംഗ് ആണ്. അതായത് എൻ്റെ മക്കൾ അങ്ങനെയല്ല, അവരതായിട്ട് ലെവലിലേക്ക് വരട്ടെ, അത് ട്രൈ ചെയ്യട്ടെ. അതല്ലാതെ എത്രയൊക്കെ അതല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊന്നും വിചാരിച്ചിട്ടുണ്ടല്ലോ യൂട്യൂബർ എന്ന് പറയുന്നൊരു കരിയറാവും, അല്ലെങ്കിൽ ഒരു മാർക്കറ്റർ എന്ന് പറയുന്നൊരു കരിയറാവും. നമ്മളത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അറിയുള്ളൂ. പിന്നെ കുറേ കൂടെ ലാക്ക് ഓഫ് എന്താ പറയുക, അതായത് നമ്മുടെ ഐ തിങ്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് തന്നെ കുറേ കൂടെ ലൈക്ക് അതോറിറ്റീസ് അല്ലെങ്കിൽ ബോഡീസ് ഈ വലിയ ടോപ്പ് അതോറിറ്റീസ് തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യം കൂടിയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കിപ്പോൾ ഈ ഫുട്ബോളിലൊക്കെ നമുക്ക് എന്തുണ്ട്, ഇപ്പോൾ അഗെയിൻ ഈ അക്കാദമീസും കാര്യങ്ങളൊക്കെ വന്നോളൂ. ഫുട്ബോൾ ഇഷ്ടമുള്ള ആൾക്കാർ അവിടെ പോയി പഠിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ ഒരു യൂട്യൂബർ ആവാൻ വേണ്ടിയിട്ട് അതുപോലെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു മാർക്കറ്റർക്ക് വേണ്ടിയിട്ട് ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരിക. ഓർ ലെറ്റ്സ് സേ ഒരു പൊളിറ്റീഷ്യൻസ് കരിയറാണ്. അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒരു കരിയറാണെന്ന് പരിസരമുള്ള എക്സിക്യൂട്ടീവ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പൊളിറ്റീഷ്യൻസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കൊണ്ടുവരാം. നാട്ടിലുള്ള പൊളിറ്റീഷ്യൻസ് ഇന്നും മുതിർന്ന ആൾക്കാരെന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ്. അതല്ലാതെ യങ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക, നാടിന് വേണമെന്ന ജോലികൾക്ക് അതിന് ഇൻക്യുബേറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നിലവിൽ ഇതൊക്കെ വളരെ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും വളരെ ആവശ്യമുള്ള കാര്യങ്ങളാണ്, നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ മിലൻ ലെറ്റ്സ് ഞാൻ മിലനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കിയാണ്. ഓക്കെ, ഒരാഴ്ചത്തേക്ക് അല്ലെങ്കിൽ പോട്ടെ, മിലനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കിയാണ്. ഓക്കെ, മിലൻ കൊണ്ടുവരുന്ന ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും? എനിക്ക് പ്രധാനമായിട്ടും കൊണ്ടുവരാനായിട്ട് ആഗ്രഹമുള്ള വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാനായിട്ടുള്ള ആഗ്രഹമുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ കണക്ഷൻ ബിൽഡ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. കണക്ഷൻ ബിൽഡ് ചെയ്യണത് ഇപ്പോൾ ഇൻഡസ്ട്രി നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തമ്മിലുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. നമുക്ക് ജോലി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജോലിയിലേക്ക് എത്തണമെങ്കിൽ ആ ഒരു ഫ്ലോ നിർബന്ധമായിട്ട് വേണം. പിന്നെ അതുപോലെ കുട്ടികളുടെ പാഷൻ ഫൈൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പല കാര്യങ്ങളിലേക്ക് അവർ എക്സ്പോഷർ കൊടുക്കാം. കാരണം കുറേ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോഴാണ് അതിലേതാണ് നമ്മുടെ പാഷൻ നമുക്ക് തിരിച്ചറിയാൻ കുട്ടികൾക്ക് പറ്റുള്ളൂ. നമ്മൾ പൊതുവേ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കൂളിൽ കുറച്ച് കൂട്ടം കുട്ടികൾ കലോത്സവത്തിന് പോകും, വേറൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ് സ്പോർട്സിന് പോകുന്നത്, പിന്നെ കുറച്ച് കുട്ടികൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോന്നിനെന്നുള്ളത് തുടക്കം മുതലേ
വെരി ഫസ്റ്റ് ബിഗിനിങ് പോലെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ അതിന് മാത്രം പോവാം. അപ്പോൾ ഇവർക്കൊന്നും വേറെ പല കാര്യങ്ങളും കിട്ടും. ഇപ്പോൾ സ്പോർട്സിന് പോകാൻ കൂട്ടി ഇപ്പോൾ കലോത്സവത്തിൻ്റെതോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ അങ്ങനെ കിട്ടുന്നില്ല. അപ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു വളരെ ലിമിറ്റഡാണ്. പക്ഷെ അത് മാറ്റിയിട്ട് ഒരിതും പാർട്ടിസിപ്പേഷൻ എല്ലാവർക്കും എല്ലാറ്റിലും കൊടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ കലോത്സവത്തിന് പോയി ഗ്രേസ് മാർക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് മുന്നേ അങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഗ്രേസ് മാർക്ക് കലോത്സവത്തിന് കിട്ടുന്നുണ്ട്. അത് എല്ലാ ഇപ്പോൾ സ്പോർട്സ് ഐറ്റത്തിനും അതല്ലാതെ ഒരു കലാപരമായിട്ടുള്ളൊരു ഐറ്റത്തിനും ഇതിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഓൾറൗണ്ടർക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഗ്രേസ് മാർക്ക് എന്തോ കൊടുത്തുകൂടാ. അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയാൽ പല കുട്ടികൾക്ക് അത് ട്രൈ ഔട്ട് ചെയ്തിൽ ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് അവരുടെ കഴിവ് ഏതിലാണ് കൂടുതലുള്ളത്, ഇൻട്രസ്റ്റ് ഏതിലാണ് കൂടുതലുള്ളത്, അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ് വേറൊരു കാര്യം, അങ്ങനെ ട്രൈ ഔട്ട് ചെയ്ത് വരുമ്പോഴും ഇപ്പോൾ ഒരു നല്ല രീതിയിൽ വന്ന് ഇപ്പോൾ നല്ലൊരു എഡ്യൂക്കേഷൻ ഇതിൽ നിൽക്കുന്ന ആളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്ക് വേറൊരു കരിയറിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോകണമെങ്കിൽ നമ്മൾ അതിനൊരു ഫ്രീഡം തുറന്നിരുന്ന ലെവലിൽ വേണം നമ്മുടെ സിസ്റ്റം അവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആൾക്ക് അവിടെ നിന്നൊരു ഷിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണ്. അങ്ങനെ ഷിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എവിടെയാണ്, ഈ കാര്യങ്ങൾ എവിടെയെന്നുള്ളതിൻ്റെ അവെയർനെസ് ആദ്യം കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയാലിറ്റി അറിയുന്നില്ല, ജോലികൾ ഉണ്ടെന്ന് ഉള്ളത് അറിയുന്നില്ല, അതിലേതൊക്കെയാണ് ചാനൽസ് എന്ന് അറിയുന്നില്ല. ഇതിനൊക്കെയുള്ള പ്രോപ്പർ അവെയർനെസ് സൊസൈറ്റിക്ക് കൊടുക്കണം. ഇതെങ്ങനെ നടക്കണേ, ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ നടന്നു പോകണം പല കോഴ്സുകളും പല സാധ്യതകളും, ബിസിനസ്സിന് വേണ്ടിയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്. അങ്ങനെ ഒരു ഓൾ അറൗണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ ഇൻഫ്ലുവൻസർ ലെവൽ എഡ്യൂക്കേറ്റർ ലെവലിൽ കൊടുക്കുന്ന കുറേ നോളജസ് ഉണ്ടല്ലോ. അതുപോലൊരു ബേസിക് അവെയർനെസ് എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ബാക്കി ആ നാട്ടിൽ ആ ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിൻ്റെയൊക്കെ ഇൻഫോർമേഷൻസും അവെയർനെസ്സും ആദ്യം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. അങ്ങനെ പറ്റിക്കഴിഞ്ഞാലാണ് അത് സാധിക്കി കഴിഞ്ഞാൽ പലർക്കും പല ആശയങ്ങളും അവർ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രോപ്പർ ആൾക്കാർ അവിടെ പ്രോപ്പർ പ്ലേസിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ കറക്റ്റായിട്ടുള്ള ടാലൻറ്റ് കറക്റ്റായിട്ടുള്ള നമ്മുടെ എയിമിന് വേണ്ടിയിട്ട് അവിടെ ടാപ്പ് ചെയ്യാൻ, ആ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇത് ഡെവലപ്മെൻറ്റിലേക്ക് തന്നെയാണ് പോകുള്ളൂ. അപ്പോൾ ആ ഒരു റിയാലിറ്റി പറഞ്ഞു കൊടുക്കുക, ഒരു അവെയർനെസ് ഉണ്ടാക്കുക, കുട്ടികളിൽ പാഷൻ ക്രിയേറ്റ് ചെയ്യുക. ഒപ്പം കുട്ടികൾക്കത് കൊടുക്കുന്നതിൻ്റെ ഒപ്പം നമ്മൾ ആ പേരൻസിനും കൂടി ഓൾറൗണ്ട് ആ സൊസൈറ്റിക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. കാരണം കുട്ടികളിപ്പം പേരൻസിൻ്റെയും കൂടി ഡിസിഷൻ്റെ ബേസിലാണല്ലോ. അപ്പോൾ പേരൻസിനും കൂടി അത് മനസ്സിലാക്കാനായിട്ട് വരും. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും ഒരു 5-10 വർഷം മുന്നിൽ കണ്ടിട്ട് തീരുമാനം എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോകണം. എപ്പോഴും എല്ലാവരും ഫോളോ ചെയ്യുന്നത് ഒരുപാട് ഫോളോ ചെയ്യാതെ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റണം. നല്ല ലെവലിലേക്കൊക്കെ കൊടുന്ന് പേരൻസിൻ്റെ കുട്ടികൾക്ക് ഒരുപോലെ കൊടുക്കുക, അവെയർനെസ് കൊടുക്കുക മാക്സിമം. അത് കഴിഞ്ഞ് അത് കൊടുത്ത് വരുമ്പോൾ തന്നെ പല ആൾക്കാർക്കും നല്ല രീതിക്ക് വരാൻ പറ്റും. ഒപ്പം നമ്മുടെ സിലബസ് അത് പിന്നെ ഒരു മോഡേണായിട്ടുള്ള കാര്യം, ഇവർ പഠിക്കുന്ന കാര്യം വളരെ ഓൾഡായിട്ട് വർഷങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യങ്ങൾ അതൊക്കെ മാറ്റി ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാം. നമ്മൾ ആ ഇൻഡസ്ട്രി കണക്ട് വരുമ്പോൾ തന്നെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർക്കുള്ള ഒപ്പീനിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ട്രെൻഡിങ് ആയിട്ട് അവിടെ ഉള്ള കാര്യങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുന്ന് അത് റിഫ്ലക്റ്റ് ചെയ്ത് അത് പഠിപ്പിച്ച് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രി കണക്ട് ചെയ്തതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിരിക്കും. കാരണം ഇത് പഠിച്ചിറങ്ങുന്നവർക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റുന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലെവലിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രം തന്നെ നല്ല രീതിയിലേക്ക് ആൾക്കാർക്ക്, ഇവിടെയുള്ള ആൾക്കാർക്ക്, കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് വന്ന് നല്ല ഇൻഡിവിജ്വൽസ് ആയിട്ട് തന്നെ ഇവിടെ നമ്മുടെ നാടിന് വേണ്ടി ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റും. ഒരു കാര്യം കൂടി ചോദിക്കാൻ, അതായത് ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഓക്കെ, അല്ലെങ്കിൽ 12th പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്റ്റുഡൻറ്റ്, ഏതെങ്കിലും ഒരു ഗ്രേഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു സ്റ്റുഡൻറ്റ്, അവർ പഠിച്ചിറങ്ങുന്നതിന് മുന്നേ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് എന്ന് പറയുമ്പം ഞാൻ ചോദിക്കാനുള്ള റീസൺ, മിലൻ ഒരു സ്കിൽ ട്രെയിനറാണ്. അപ്പോൾ ആസ് എ സ്കിൽ ട്രെയിനർ നല്ല രീതിയിലായിട്ട് മിലൻ ഇപ്പോൾ ബിസിനസ് ഓണേഴ്സിനും അല്ല ഈവൻ സ്റ്റുഡൻസിനും സ്കിൽസ് എന്തൊക്കെയാണെന്ന് ഇപ്പം പോയി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ആൾക്കാരാണ് അതിൽ പോരായ്മ ഉണ്ടെന്ന് പിന്നെ അവർ മനസ്സിലാക്കുന്നതിലാണ്. അപ്പോൾ ഈ പോരായ്മകൾ ഒഴിവാക്കേണ്ടിയിട്ടായിട്ട് നമ്മൾ എന്തൊക്കെ സ്കിൽസ് പഠിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം? ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ആൾക്കാരെ, ഇപ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സ്ട്രേഞ്ചേഴ്സ് എന്നുള്ള ലെവലിൽ ആരും മാറ്റി നിർത്താതെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെ കണക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നീട് കൊളാബറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
അപ്പോൾ അത് അറ്റ് ദ വെരി ഫസ്റ്റിൽ തന്നെ എക്സ്റ്റേണൽ അപ്പിയറൻസ് കൊണ്ട് ആരെയും ജഡ്ജ് ചെയ്യരുത്, അവർ ചെയ്യുന്ന വർക്ക് കൊണ്ട് അവരൊന്ന് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് അവരുടെ അടുത്ത് പോയി സംസാരിക്കാം. അപ്പം അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ആണ് സാധ്യതകൾ തുറന്നിട്ടുള്ളത്. ഈ നെറ്റ്വർക്കിങ്ങിൻ്റെ ഒക്കെ ഏറ്റവും ബേസിക് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് പോയിട്ട് ചുമ്മാ നമ്പർ വാങ്ങിച്ചുകൊണ്ടല്ലല്ലോ, നമ്മൾ കണക്ട് ചെയ്ത് കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്ത് ആൾക്കാരെ പരസ്പരം മനസ്സിലാക്കി അങ്ങനെ വരുമ്പോഴാണ് ഓക്കെ ഇപ്പം നമുക്കൊരു പാർട്ട്ണർഷിപ്പിൽ മൂവ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഡിസിഷൻസിലേക്ക് എത്തുന്നുള്ളൂ. നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ഔട്ട്കം നമ്മൾ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്കില്ല് നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് വേണം. അങ്ങനെ ഒരു സ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്കെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ചെറുതായിട്ടൊന്ന് വ്യത്യാസമായിട്ട് ചെയ്തു നോക്കാനായിട്ട്, ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് ഉള്ളൊരു സ്കില്ലും കൂടെ വേണം. നമ്മളതിൽ ഈവൻ ഫെയിലായി പോയാൽ പോലും നമുക്ക് നെക്സ്റ്റ് ഒരു അറ്റംപ്റ്റ് വരുമ്പോൾ നമ്മൾ ഈ ഫെയിലായി പോയതിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത് എപ്പോഴും വ്യത്യാസമായിട്ട് ചെയ്യുമ്പോഴാണ്. ഈവൻ ഫെയിലാകുമ്പോഴും അത് നമ്മുടെ സക്സസ് ആയിട്ട് മാറുന്നതുകൊണ്ടാണ്. പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, നമ്മൾ അൺലേൺ ആവണുള്ളൂ. അപ്പോൾ അത് നമുക്ക് എടുത്ത് വേറൊരു കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് സക്സസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. എപ്പോഴും തുടർച്ചയായിട്ട് ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് മേ ബി അത് റിപ്പീറ്റേഷൻസ് അങ്ങനെ എല്ലാവർക്കും നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. നമ്മളെപ്പോഴും ഒരു വെറൈറ്റി ന്യൂ കണ്ടൻറ്റ് ന്യൂ വേവ് ഒക്കെയാണല്ലോ ആഗ്രഹിക്കുന്നത് എല്ലാവരും, പുറത്ത് എന്ത് കാര്യത്തിനായാലും ബിസിനസ്സിനായാലും എഡ്യൂക്കേഷനായാലൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റണമെങ്കിൽ പുതിയ കാര്യം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ നമ്മളെക്കുറിച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെ തന്നെ സ്റ്റക്കാക്കിയിടരുത്. നമ്മളിപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പോരായ്മകൾ പറഞ്ഞു. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമ്മുടെ ഒരു ഫാമിലി സിറ്റുവേഷൻ, ഫാമിലി കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ ഇങ്ങനെയാണ്, അവർ ഈ ഒരു റൂട്ടിലാണ് പോകുന്നത്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ആ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് എല്ലാ ഡിസിഷനും നമ്മുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആരും ബ്ലെയിം ചെയ്യില്ല ഒരു കാര്യത്തിനും. ഞാൻ സ്കില്ലാവത്തിന് ഇതാണ് ഈ സിറ്റുവേഷനാണ് കാര്യം എന്ന് പറയില്ല. നമ്മളാ ഒരു ഫുൾ അതോറിറ്റി കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എല്ലാ ഡിസിഷനും നമ്മളോടെയാണ് പോയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ളൊരു അവെയർനെസ് ഉണ്ടാക്കിയിട്ട്, സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെൽഫ് അവെയർനെസ് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കാനായിട്ട് പറ്റും. നമ്മുടെ ഉള്ളിലുള്ള സ്കില്ല് അറിയുന്നത് പലരും ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. ഈവൻ ഫെയിലായാലും മുന്നിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ട്രൈ ഔട്ട് ചെയ്യാനും പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരാനും, ഇനി ഈവൻ അത് ചെയ്യുമ്പോൾ ഈവൻ ആ ഒരു കളിയാക്കൽ എന്നൊക്കെ പറയുന്നത് കിട്ടിയാൽ പോലും നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഇടുന്നൊരു ടൈം നമുക്കൊരു ഫ്രീ ടൈം പിന്നെ തരും, അല്ലെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യണ വാല്യൂ പലർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യം കൂടിയാണല്ലോ. ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആ ഒരു വലിയ ഫാക്ടറിലും കൂടിയാണല്ലോ. കുറേ പേരിലേക്ക് നമ്മുടെ ഒരു കണ്ടൻറ് എത്തുന്ന സമയത്ത് പല ആൾക്കാർക്കും തീരുമാനം എടുക്കാൻ, അല്ലെങ്കിൽ പല ആൾക്കാർക്കും അറിയേണ്ട ഒരു അറിവ് പകർന്നു കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കിട്ടാനൊക്കെ ആയിട്ട് ഒരു സംസാരിച്ചിരിക്കാൻ പറ്റാത്തൊരാൾ, അടുത്തില്ലാത്തൊരാളുടെ അടുത്തേക്കൊക്കെ നമ്മൾ കണ്ടൻറ് എത്തുമ്പോൾ അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഈ കളിയാക്കലുകൾ ഈവൻ കിട്ടിയാൽ പോലും നല്ല രീതിയിലേക്ക് വരാനായിട്ട് നമുക്കൊരു മനസ്സുണ്ടായിരിക്കണം. ഇതൊക്കെ ബേസിക്കായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സെൽഫ് അവെയർനെസ് ഉണ്ടായിരിക്കുക, പിന്നൊക്കെ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് ആൾക്കാരായിട്ട് സ്ട്രേഞ്ചേഴ്സ് ആരും കാണാതെ മുന്നോട്ട് വരിക. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ബേസിക് കാര്യങ്ങൾ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഈവൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രജനീകാന്ത് ആളുടെ സ്റ്റൈൽ ഏറ്റവും വലിയ സ്കില്ല് സ്റ്റൈലാണെന്നാണ് പറയണത്. സൂപ്പറായിട്ട് ആൾ സ്റ്റൈൽ കാണിക്കും. ഇപ്പോൾ കാലെടുത്ത് വയ്ക്കുന്നതായാലും ഇപ്പോൾ ആൾ സിഗരറ്റ് എടുക്കുന്നതായാലും വളരെ സൂപ്പറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. ആളുടെ സ്കില്ല് സ്റ്റൈലാണെന്നാണ് പറയണത്. പക്ഷേ ഞാൻ പറയുന്നത് ആളുടെ ഏറ്റവും വലിയ സ്കില്ല് അതല്ല. ആളുടെ ഏറ്റവും വലിയ സ്കില്ലെന്ന് പറയണത് പുലർച്ചെ 5 മണിക്ക് ഒക്കെ ഷൂട്ടിംഗ് ഉള്ള സമയത്ത് അവിടെ എത്തി കോ ആക്ടേഴ്സിൻ്റെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്ത് അവരെ സ്ട്രേഞ്ചേഴ്സായിട്ട് കാണാതെ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് ആൾ ആക്ടിങ്ങിലേക്ക് വന്ന് ബെസ്റ്റ് കണ്ടക്ടർ എന്നുള്ള ഒരു ഇതെന്നാണ്. അപ്പോൾ അതിലേക്ക് ഇറങ്ങി തിരിച്ച് അവിടുന്ന് ആൾ കളിയാക്കലുകൾ കിട്ടിയപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു 4 ബേസിക് സ്കില്ലിൻ്റെ പുറത്താണ് ആളൊരു എംപയർ ബിൽഡ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലേ നമുക്ക് സ്റ്റൈൽ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ടുള്ള സ്കില്ലുകളൊന്നും ഇല്ലാതെ നിങ്ങൾ എന്ത് സ്റ്റൈൽ കാണിച്ചാലും നിങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാനായിട്ട് ഇന്നത്തെ രജനീകാന്തൻ ആവാനായിട്ട് പറ്റില്ല. ഇനി വേറൊരു എക്സാമ്പിൾ, ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും വലിയ സ്കില്ല് ഡയറക്ഷനോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ ഒന്നുമല്ല. ലോകേഷ് കനകരാജിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്ക്രിപ്റ്റ് മാനഗരം, ആ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് ആൾ സിനിമയാക്കാൻ വേണ്ടിയിട്ട് അത് ലോഞ്ച് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച സമയത്ത് ആളതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്.
60 ദിവസത്തിൽ 40 പേരുടെ അടുത്ത് പോയിട്ട് ആൾ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട്. 60 ദിവസത്തിൽ 40 ആളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര റിജക്ഷൻസ്, എത്ര പേര് റിജക്റ്റ് ചെയ്തു. ആൾ പുതിയ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചു. സ്ട്രേഞ്ചേഴ്സായിട്ട് ആരും കണ്ടില്ല. ആളുടെ ഒരു കാര്യം ബിൽഡപ്പ് ചെയ്യണം എന്നുള്ളൊരു വ്യക്തത ഉണ്ട്. അതിൽ കളിയാക്കലുകൾ വന്നപ്പോൾ അതൊന്നും മുന്നിട്ട് നോക്കാതെ പോയി ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അത് കൊടുക്കും. ഈ സ്കില്ലൊക്കെ കറക്റ്റ് ഉള്ളിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഉള്ളതുകൊണ്ടാണ് അത് ബിൽഡപ്പ് ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ മുകളിലുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള സ്കില്ലിൻ്റെ മുകളിലാണ് ആളുള്ള സെപ്പറേറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ബേസ് സ്ട്രോങ് ആയിരിക്കും. അതാണ്, ആ ബേസ് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എംപയർ ബിൽഡ് ചെയ്യാറ് അതിൻ്റെ മുകളിൽ. ഇതിനെല്ലാം ഏറ്റവും ബെസ്റ്റ്. ദാറ്റ്സ് റിയലി നൈസ്. സോ എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറിൻ്റെ മേലേക്ക് ആയിട്ടുണ്ട് ഓൾറെഡി അല്ലേ? സോ ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാനത് എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇറ്റ്സ് കോൾഡ് ദ 3. ഓക്കെ, എന്താ വെച്ചാൽ ഇപ്പോൾ മിലനെ നമ്മളിപ്പോൾ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ചുറ്റും ലോകത്തുള്ള ഈ 8 ബില്യൺ മനുഷ്യന്മാർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവരുടെ അടുത്തേക്ക് ഒരു 3 അതായത് മിലൻ്റെ ജീവിതത്തിൽ മിലൻ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ 3 ലെസൺസ് എന്താണെന്ന് അവരുടെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലൻ എന്തായിരിക്കും അവരുടെ അടുത്ത് പറയുന്നുണ്ടാവും? അല്ലെങ്കിൽ 3 അഡ്വൈസോ 3 ലെസൺസോ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും ഫസ്റ്റായിട്ട് എനിക്ക് ഒരു ഇൻസൈറ്റ് പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും വർഷം ലക്ഷക്കണക്കിന് വർഷമുള്ള ഭൂമിയിൽ ഒരു മനുഷ്യന് 60, 70 അല്ലെങ്കിൽ ഒരു 100, ഇനിയിപ്പോൾ ഇവൻ 100, 150 വർഷം നിങ്ങളത് ജീവിച്ചാലും ഇവൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല. വളരെ ഷോർട്ട് സ്പാനാണത്. ആ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫിൽ വെറുതെ പ്രോബ്ലംസ് ഡിഫിക്കൽട്ടീസൊക്കെ വരുന്നത് നമ്മളാണ്. AR റഹ്മാനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ തലയുടെ ഉള്ളിലാണ്. കാരണം നമ്മൾ അതിനെപ്പറ്റി എന്താണ്, ഈ ഒരു കാര്യത്തിനെ പറ്റി എന്ത് വിചാരിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ മൈൻഡ് സെറ്റിലിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വയ്ക്കുക. ആ ഒരു ഇത് ഒരുപാട് കോംപ്ലക്സ് ആക്കാതെ, കോംപ്ലിക്കേറ്റ് ആക്കാതെ നിന്ന് സിമ്പിളായിട്ട് നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പരസ്പരം ആൾക്കാർക്ക് കുറച്ചും കൂടി സ്നേഹിക്കാനും കുറച്ചുകൂടെ ഇപ്പോൾ ഉള്ളത് നല്ലതാണെങ്കിലും കുറച്ചുകൂടെ സ്നേഹിക്കാനും അതുപോലെ കുറച്ചുകൂടെ ഒന്നും സഹായിക്കാനും ഈ 2 മെൻറ്റാലിറ്റിയും വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അടിപൊളിയായിട്ട് വരും എന്നുള്ളതാണ്. ചുമ്മാ ഓരോ ചെറിയ ചെറിയ സിറ്റുവേഷൻസിൻ്റെ പേരിലൊന്നും ഒരുപാട് ആൾക്കാരായിട്ട് ഈ ശത്രുതയും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ശത്രുതയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പിന്നെ അവർ തമ്മിൽ സംസാരിക്കില്ല. പിന്നെ അവരെ അറിയുന്ന ആൾക്കാർ തമ്മിൽ ഒരു ഇത് വരില്ല. ഇതൊക്കെ സൊസൈറ്റീനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലോ. എന്ത് സ്കില്ലും കാര്യങ്ങളും വേണമെങ്കിൽ ആദ്യം അവിടെ ഒരു സ്നേഹം അടുപ്പൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് നല്ല രീതിയിൽ എനിക്ക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു നല്ല രീതിയിലേക്ക് ആക്കുന്ന ലെവലിന് നമ്മൾ ലവ് എന്ന് പറയുന്നത് നന്നായിട്ട് ചെയ്യണം. നമ്മളെ സെൽഫ് ലവും പിന്നെ ആൾക്കാർ നമ്മൾ സ്നേഹിക്കുക, പിന്നെ അവരെ ഹെൽപ്പ് ചെയ്യുക, ഒന്നും കെയർ ചെയ്യുക. ഇത് ഈ ലവ് ഹെൽപ്പ് കെയർ എന്നുള്ളത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ലോകം മൊത്തം നന്നാക്കും. അതിന് മുന്നേ നമ്മൾ നന്നായിട്ടുണ്ടായിരിക്കും. നമ്മൾ നന്നാക്കും. ആ ഒരു ലൈറ്റ് ക്യാൻഡിലിൻ്റെ ലൈറ്റ് നമ്മൾ പാസ് ചെയ്യണ പോലെ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യം അതായിരിക്കും. അതും ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് നിങ്ങൾക്ക് ബിൽഡപ്പ് ചെയ്തിട്ട് വരാനായിട്ട് പറ്റും. ഇതാണ് എനിക്ക് പറയാനായിട്ട്. സോ ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ആൻഡ് ഐ തിങ്ക് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ ഇപ്പോൾ ഓഡിയൻസിന് വേണ്ടിയിട്ടായിട്ട് മിലനെ എവിടെ നിന്നൊക്കെ ഫൈൻഡ് ചെയ്യാം, ലൈക്ക് മിലൻ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മിലൻ എങ്ങനെയാണ് ഫോളോ ചെയ്യാൻ കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. സോ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്ന് പറയുന്നത് മിലൻ ജോസ് തന്നെയാണ്. MILA_JO_SS. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തന്നെയാണ് മെയിനായിട്ട് കണ്ടന്റ് ചെയ്യുന്നത്. അതുപോലെ ലിങ്ക്ഡിനിലുണ്ട് മിലൻ ജോസ് എന്നുള്ള നെയിമിൽ തന്നെയാണുള്ളത്. ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. അത് പലതരത്തിലുള്ള ട്രെയിനിങ്, അതുപോലെ കീനോട്ട് സ്പീക്കിംഗ്, ഏത് ടോപ്പിക്കിലും നമുക്ക് സംസാരിക്കാനായിട്ട്. അപ്പോൾ ട്രെയിനിങ് എടുക്കുന്ന സെഷൻ എടുക്കുന്ന ടൈമിൽ ടോക്കിനൊക്കെ നമുക്ക് അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വാല്യൂ പാസ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് നേരത്തെ പറഞ്ഞ പോലെ കണക്ട് ചെയ്യാൻ, കൊളാബറേറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും. പിന്നെ ഒരു ഇൻഫർടൈൻമെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ് കൂടുതൽ ചെയ്യണം. വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള അതൊന്നുകൂടി നല്ല രീതിയിൽ വെറൈറ്റി ആയിട്ട് എപ്പോഴും ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഓരോ തവണ ചെയ്യുമ്പോൾ അടുത്തടുത്ത് ചെയ്യുന്നത് നല്ല രീതിയിലേക്ക് ഒരു ഇപ്പോൾ വ്യത്യസ്തമായിട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കാണാം. തീർച്ചയായിട്ടും. ലൈക്ക് എൻ്റെ ഈ ഒരു എപ്പിസോഡിലുള്ള എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത്
ലൈക്ക് അത് വേറൊരു എഡ്യൂക്കേറ്റർ കണ്ടെത്തി അല്ലെങ്കിൽ കൂടി ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് കുറേ ആൾക്കാരൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. എസ്പെഷ്യലി ഈ ആൾക്കാർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക, സ്പെഷ്യലി എഡ്യൂക്കേഷൻ സൈഡിൽ വരുന്നിടത്തേക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മെലൻ റീച്ച് ഔട്ട് ചെയ്യുന്നത് വരെ എനിക്ക് മെലൻ ആരാന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. മെലൻ്റെ റീൽസിനെ ഒന്ന് രണ്ടെണ്ണത്തിന് മുന്നേ എന്തോ കണ്ടിട്ടുണ്ട്. ഞാൻ പേജ് വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇരിക്കാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. വെരി ഹാപ്പി ആൻഡ് വിഷിങ് യു ഓൾ ദി ബെസ്റ്റ്. എന്താണോ മിലൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് വളരെ നല്ല രീതിയിൽ അവിടെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. താങ്ക് യു. പിന്നെ അതുപോലെ എനിക്ക് ഒരു ലാസ്റ്റ് നോട്ടായിട്ട് എനിക്ക് കൂടെ പറയാനുള്ളത്, ഞാൻ റിസ്വാനെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഞാൻ യൂട്യൂബൊക്കെ വാച്ച് ചെയ്യുന്ന ടൈമിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളങ്ങനെ കണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴും ഇതുപോലെ സ്മാങ്കോൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, റിസ്വാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്ന ടൈമിൽ അപ്പോൾ എനിക്കും സംസാരിക്കാം, ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും ബേസിക് ആയ ഒരു ഫോമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരിക്കലും സ്ട്രേഞ്ചർ എന്നുള്ള ലെവലിൽ കാണാതെ തന്നെ ഞാൻ മെസ്സേജ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്ന് നമ്മളിന്ന് ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്കത് കുറേ ആൾക്കാർക്ക് നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ഇപ്പോൾ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക, ഇതൊക്കെ നമ്മൾ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യണതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് ഇപ്പം റിസ്വാൻ്റെ മുന്നിൽ ഞാൻ ഇരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്കെല്ലാവർക്കും പറ്റും എന്നുള്ളതാണ്, സാധ്യമാവും, നമ്മളെ കൊണ്ട് സാധ്യമാക്കാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. സോ താങ്ക് യു മിലൻ. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ഓ പ്ലഷർ.